മലയാളികൾക്കുള്ള ഓണസമ്മാനം എന്ന നിലയിലാണ് അങ്കമാലിയിൽ ഗിഫ്റ്റ് സിറ്റി പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് വന്നത്. 220 ഹെക്ടർ സ്ഥലത്തിൽ നിർമ്മിക്കുന്ന ഈ സിറ്റിയിലൂടെ 1,20,000 ജോലി സാധ്യതയുടെ വാതിലുകൾ തുറക്കുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ ഭാഷ്യം. എന്നാൽ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട ദിവസം മുതൽ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ ആശങ്കയിലാണ്. തങ്ങളുടെ സ്വന്തം കൃഷിയിടങ്ങളും സ്ഥലങ്ങളുമെല്ലാം വിട്ട് മറ്റു സ്ഥലത്തേക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ സംജാതമാകുന്നു എന്ന ആശങ്കയാണ് ഇവിടുത്തെ സാധാരണക്കാരായ കൃഷിക്കാരായ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് അങ്കമാലി ഗിഫ്റ്റ് സിറ്റി പദ്ധതിയുടെ അജണ്ട? ഇത് ഈ നാട്ടിലെ കർഷകരെയും സാധാരണക്കാരെയും എങ്ങനെയാണ് ബാധിക്കുന്നത്? ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു അയ്യമ്പുഴ ജനകീയ മുന്നേറ്റ സമിതിയുടെ കൺവീനർ ശ്രീ ബിജോയ് ചെറിയാൻ, മാധ്യമപ്രവർത്തകൻ ശ്രീ സിജോ പൈനാടത്ത്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ബിജോയ് ചെറിയാൻ, 4 മാസമായി അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഒരു നാട്ടിൽ ഒരു വികസനം വരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പൊതുവായി കണക്കാക്കുക. എന്തുകൊണ്ടാണ് ഇത്തരമൊരു സമരവുമായിട്ട് അങ്ങ് ഉൾപ്പെടുന്ന സമൂഹം മുന്നിലേക്ക് വരിക? ഇതിനെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുമ്പോൾ ആദ്യം കിട്ടുന്നത് അയ്യമ്പുഴയിലെ കുറച്ച് സ്ഥലം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളൊരു ന്യൂസാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഒരു 6-7 ദിവസം കഴിഞ്ഞപ്പോൾ 70 സർവേ നമ്പർ നൽകിക്കൊണ്ട് ഈ സർവേ നമ്പറുകളിലുള്ള ഭൂമിയെല്ലാം സർക്കാർ ഏറ്റെടുക്കുന്നു ഗിഫ്റ്റ് സിറ്റി എന്ന പ്രോജക്റ്റിന് വേണ്ടി എന്നാണ് കേൾക്കുന്നത്. അപ്പൊ ഇത് എന്താണെന്ന് ആർക്കും ഒന്നും അറിയില്ല. ഗിഫ്റ്റ് സിറ്റി എന്ന് കേട്ടപ്പോൾ എന്താണ് സംഭവം, ഗിഫ്റ്റ് സിറ്റി എന്നും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ തന്നെ ഞങ്ങള് പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു, MLA വിളിച്ചു, MP യെ വിളിച്ചു. അപ്പൊ ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്ക് ആർക്കും ഇതിനെ കുറിച്ച് അറിയില്ല. അതപ്പോ ഭയങ്കര ഒരു ആശങ്കയായി. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും അറിയില്ല. അതായത് ഉദ്യോഗസ്ഥർക്ക് അറിയില്ല, വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴും അവർക്കും അറിയില്ലെന്ന് പറയുന്നു. നമ്മുടെ ജനപ്രതിനിധികളാണല്ലോ നമുക്ക് ഉത്തരം നൽകേണ്ടത്. അവരോട് ചോദിച്ചപ്പോൾ അവരാരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല, അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇവരെല്ലാവരും വിളിച്ചു. അവരെല്ലാവരും കൊല്ലക്കോട് വന്നു. എന്താണ് ഇതിനെക്കുറിച്ച്, എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചപ്പോൾ അവർക്കാർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ഇതൊരു വലിയ ആശങ്കയാണ്. അപ്പൊ വികസനം എന്നൊക്കെ കേൾക്കുമ്പോൾ ഒന്നും അറിയില്ലാത്ത എന്തോ കാര്യത്തിന് വേണ്ടി ഞങ്ങളൊക്കെ ഇറങ്ങിപ്പോകണം എന്ന് പറയുന്ന ആശങ്കയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഇതിങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഞങ്ങള് കളക്ടറെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് ADM-നെയാണ് കാണാൻ പറ്റിയത്. ADM-നെ കണ്ടു കഴിഞ്ഞപ്പോൾ ADM പറയുന്നു, ഇതിവിടെ ഇങ്ങനെ ഒരു പേപ്പർ വന്നിട്ടുണ്ട്, അതല്ലാതെ എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ സാഹചര്യവശാൽ ഞങ്ങൾക്ക് ഡെപ്യൂട്ടി കളക്ടറെ കാണാൻ പറ്റി. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇത് ഇവിടെ ഗെയിലിന്റെ ഒക്കെ പൈപ്പ് വരുന്നുണ്ട്, അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ ആശങ്ക കൂടി. ഇതെന്താണ് ഇത്? അയ്യമ്പുഴ എന്ന് പറയുന്നത് നിങ്ങൾ അവിടെ വന്ന് കാണണം. അയ്യമ്പുഴ എന്ന് പറയുന്നത് തികച്ചും ഒരു കൃഷിഭൂമിയാണ് അയ്യമ്പുഴ എന്ന് പറയുന്നത്. അവിടെ ഇങ്ങനെ വ്യവസായശാലകളൊക്കെ വരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കേട്ടത്. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഭയങ്കര ആശങ്കയായി. പിന്നെ എന്താണ് ഇപ്പൊ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെയാണ് ഞങ്ങൾ സമരത്തിലേക്ക് വരുന്നത്. എന്താണെന്ന് ആർക്കും അറിയില്ലാത്തൊരു പദ്ധതി. ഇപ്പൊ ഈ പറഞ്ഞ ഡെപ്യൂട്ടി കളക്ടർ തന്നെ പറയുന്നത് എന്താണ്, ഗെയിലിന്റെ പൈപ്പ് വരും, അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭം. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് ഇറങ്ങാനുള്ള ഒരു കാരണം. അതാണ് എന്താണെന്ന് കൃത്യമായി വ്യക്തതയില്ലാത്ത ഒരു പദ്ധതി. പിന്നീട് ഇതിനെക്കുറിച്ച് ഒരു വിശദീകരണം തന്നു. അതല്ല സംഭവം. ഇതിവിടെ ഒരു ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞ ഒരു കോസ്മോപൊളിറ്റൻ സിറ്റിയാണ് ഇവരിവിടെ വിഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോ ഞങ്ങൾ കാണുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യമ്പുഴയിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും, അവിടെ തരിശുഭൂമി ഇല്ലാത്ത സ്ഥലമാണ്. അതായത് കൃഷിഭൂമി, പിന്നെ കൃഷിക്കാര് താമസിക്കുന്ന ഭൂമി, അത്തരം ഭൂമിയാണ് ഏറ്റെടുക്കാൻ പോകുന്നത്. അത്തരം ഭൂമി ഏറ്റെടുത്തിട്ട് അപ്പൊ അത് അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ 171 ഹെക്ടർ തരിശു ഭൂമി എന്ന് ഗവൺമെന്റിന്റെ പേപ്പറിൽ എഴുതി വെച്ച ഭൂമി കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെടുത്താൽ പോരെ. എന്തിനാണ് ഞങ്ങളെ കുടിയിറക്കിയിട്ട് അവിടെ ഈ പദ്ധതി കൊണ്ടുവരുന്നത്? ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷിഭൂമി തന്നെയാണ്. റബ്ബർ, വാഴ, തെങ്ങ്,
കമുങ്ങ് ഇങ്ങനെ പലതരത്തിലുള്ള കൃഷിയുമായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെള്ളം 3 സൈഡും മലയാണ്. ഈ 3 മലയിൽ നിന്ന് ഒഴുകി വരുന്ന 3 തോടുകളും ഉണ്ട്. അപ്പൊ ഇതുകൊണ്ടൊക്കെ വളരെ നല്ല പച്ചപ്പുള്ള നല്ല പ്രദേശം. ആ പ്രദേശം അങ്ങനെ ഇത്തരം വ്യവസായങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂടി ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു. അതാണ് ഇതിന്റെ പുറകിലുള്ള സത്യം. വ്യക്തമാണ്. തിരിച്ചു വരാം. ശ്രീ സിജോ പൈനാടത്ത്, നമുക്കറിയാം ഒരു പദ്ധതി നാട്ടിൽ നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഗ്രാമസഭകൾ തൊട്ട് മുകളിലേക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്, അല്ലാതെ മുകളിൽ നിന്ന് താഴേക്ക് വരേണ്ട വിഷയമല്ല ഒരു പക്ഷേ. എന്നാൽ ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഇവിടെ MLAക്കോ MP ക്കോ ഒന്നും ഈ പദ്ധതിയെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തമായ ധാരണയില്ല. ആകപ്പാടെ ഇതിനെക്കുറിച്ചുള്ള ഇവരോടൊക്കെ സംസാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം ജില്ലാ കളക്ടറാണ്. അദ്ദേഹവും ഇതിനെക്കുറിച്ച് അധികം വ്യക്തമായ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ നിഗൂഢമായ രീതിയിൽ ഒരു പദ്ധതി ഈ പ്രദേശത്ത് ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ അവതരിപ്പിക്കപ്പെടുക? തീർച്ചയായിട്ടും അങ്ങ് ഒരു മാധ്യമപ്രവർത്തനത്തിൽ ഈ വിഷയങ്ങളൊക്കെ ധാരാളം പഠിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നവരെന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, എന്താണ് ഈ ഗിഫ്റ്റ് പദ്ധതിയിലെ നിഗൂഢതകൾ? എന്തൊക്കെയാണ് താങ്കൾ നിരീക്ഷിക്കുന്നത്? നേരത്തെ മിസ്റ്റർ ബിജോയും അതുപോലെ ഇതിനും സൂചിപ്പിച്ചതുപോലെ ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ച് ആ പദ്ധതിയെക്കുറിച്ച് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള പ്രാഥമിക സൂചനകൾ പോലും ലഭിക്കാത്ത, അത് ഏത് തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യും എന്ന് പോലും ആ പദ്ധതി എവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു ആ പ്രദേശത്തെ ആളുകൾക്ക് പ്രാഥമികമായ വിവരം പോലും കൊടുക്കാത്ത അടിമുടി അവ്യക്തതകൾ നിറഞ്ഞ ഒരു പദ്ധതി. ഗിഫ്റ്റ് സിറ്റിയെ കുറിച്ച് മലയാളി ഓർക്കുന്നത് അങ്ങനെയാണ്. ഏറെ മാസങ്ങളായി ഗിഫ്റ്റ് സിറ്റി എന്ന പേര് സർക്കാർ വൃത്തങ്ങളുടെയും സർക്കാർ ഓർഡറുകളുടെയും മന്ത്രിമാരുടെയും നാവിന്തുമ്പിൽ നിന്നുമൊക്കെ കേൾക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന അയ്യമ്പുഴ ഗ്രാമവാസികൾക്ക് മാത്രം ഇതെന്താണ് ഈ പദ്ധതി എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തമായ ചിത്രം കൊടുക്കാൻ സർക്കാർ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ നാട്ടില് ഞാൻ 1-2 വട്ടം ആ ഈ ഗിഫ്റ്റ് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ട് അവരുടെ ജനങ്ങളുടെ ആശങ്കകൾ മനസ്സിലാക്കാനായിട്ട് ആ സ്ഥലം സന്ദർശിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്ക്, ഒരു മാധ്യമപ്രവർത്തന നിലയ്ക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അവിടുത്തെ ജനങ്ങൾ വല്ലാത്ത ആശങ്കയിലാണ്. ഈ ആശങ്കയുടെ അടിസ്ഥാനം 2 കാരണങ്ങളാണ്. ഒന്ന്, തങ്ങളുടെ നാട്ടിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ച് ചുമതലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവരാരും അവരോട് ഇന്നേ വരെ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ആധുനിക കേരള ചരിത്രത്തിന്റെ അകത്ത് നിരവധി വികസന പദ്ധതികൾ ഉണ്ടായപ്പോഴൊക്കെ അവിടെ കുടിയൊഴിപ്പിക്കപ്പെട്ട 100 കണക്കിന് 1000 കുടുംബങ്ങളുടെ ഗതികേട് നിറഞ്ഞ ഒരു ജീവിതത്തിന്റെ കറുത്ത ചിത്രം ഈ അയ്യമ്പുഴ നിവാസികളുടെയും മനസ്സിലുണ്ട്. അത്തരം ചില അവ്യക്തതകൾ, അത്തരം ചില ദുരന്ത ചിത്രങ്ങൾ, ഇതെല്ലാം കൂടിച്ചേർന്നുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ അയ്യമ്പുഴയിൽ ഒരു ജനകീയ മുന്നേറ്റ സമിതി ഈ ഗിഫ്റ്റ് സിറ്റിക്കെതിരെ വലിയൊരു പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും അവിടുത്തെ ജനങ്ങൾ സർക്കാർ കൊണ്ടുവരുന്ന ഒരു വികസന പദ്ധതിക്ക് പൂർണ്ണമായും എതിരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഒരിക്കലും അത്തരം ഒരു വികസന പദ്ധതിക്ക് അവിടുത്തുകാർ എതിരുമല്ല. പക്ഷേ ആ വികസന പദ്ധതി നടപ്പാക്കുമ്പോൾ തങ്ങളുടെ കിടപ്പാടങ്ങൾ, തങ്ങളുടെ കൃഷിയിടങ്ങൾ അവിടെ നിന്നൊക്കെ ഇറക്കി വിട്ടു വേണമോ ഒരു വികസന പദ്ധതി എന്നുള്ള അടിസ്ഥാനപരമായ ഗൗരവമായ ഒരു ചോദ്യമാണ് അവർക്ക് ചോദിക്കാനുള്ളത്. ഈ ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുമ്പോൾ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും ഒടുവിലെ സർക്കാരിന്റെ നിലപാട് എന്താണ്? അതായത് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുമ്പോൾ ഒരു നോളേജ് എക്കണോമി ബിൽഡ് ചെയ്യുന്ന ആ ഒരു പ്രക്രിയയുടെ ഭാഗമാണോ, അതോ ഗുജറാത്തിലൊക്കെ നമ്മൾ കാണുന്ന പോലുള്ള ഒരു ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള പ്രൊജക്റ്റാണ്, ആ രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇവിടെ വരാൻ പോവുക? ഇതിലൂടെ എന്തൊക്കെ ആയിരിക്കാം വരാൻ പോകുക? അതായത് ഫാക്ടറികളോ അങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടാവുമോ, അതോ IT പാർക്കുകൾ, ബിസിനസ്, എന്താണ് ശരിക്കും ഈ നമുക്ക് ഇതുവരെയുള്ള വ്യക്തമായ സൂചനകളിൽ മനസ്സിലാകുന്നത് ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ വരാൻ പോവുക? അതായത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ, ഞാൻ പറഞ്ഞല്ലോ അടിമുടി അവ്യക്തത നിറഞ്ഞ ഒരു ചിത്രമാണ് തീർച്ചയായും ഗിഫ്റ്റ് സിറ്റിക്ക് ഉള്ളത്. ഏറ്റവും ഒടുവിൽ കേരളത്തിലെ ബജറ്റിൽ 20 കോടി പ്രഖ്യാപിച്ചു എന്നും മനസ്സിലാക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ സർക്കാർ ഇതിനെ വളരെ പ്രാധാന്യത്തോടെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പദ്ധതിയെ കുറിച്ച് പ്രാഥമികമായിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. രാജ്യത്തിന്റെ ഒരു വ്യവസായ വികസനത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത വ്യവസായ ഇടനാഴികളുണ്ട്, ഇൻഡസ്ട്രിയൽ കോറിഡോർ എന്ന് പറയുന്ന സംവിധാനങ്ങളുണ്ട്. കേരളത്തിലേക്ക് കൂടി ആ ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ സേവനം അല്ലെങ്കിൽ അതിന്റെ ഒരു സാധ്യതകൾ എത്തുന്നു എന്നുള്ള ഒരു ആലോചന ഉണ്ടായ ഘട്ടം മുതലാണ് ഗിഫ്റ്റ് സിറ്റിയെ കുറിച്ച് മലയാളി ആദ്യമായി കേട്ടത്. ഗ്ലോബൽ ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ആൻഡ് ട്രേഡ് സിറ്റി എന്ന പദത്തിന്റെ ചുരുക്കപ്പേരായിട്ടാണ് ഗിഫ്റ്റ് സിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുക. നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് ആൻഡ് ഇംപ്ലിമെന്റേഷൻ ട്രസ്റ്റ് NICDIT എന്ന സംവിധാനത്തിന്റെ മേൽനോട്ടത്തിലുള്ള ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ
അതിന്റെ ചെന്നൈ ബംഗളൂരു വ്യവസായ ഇടനാഴി കോയമ്പത്തൂർ പാലക്കാട് വഴി കൊച്ചിയിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതാണ് ഗിഫ്റ്റ് സിറ്റിയിലേക്ക് ഈ ചർച്ചകൾ എത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ കൊച്ചിയിലേക്ക് ഇൻഡസ്ട്രിയൽ കോറിഡോറിന്റെ വ്യവസായ ഇടനാഴിയുടെ സേവനങ്ങൾ സാധ്യതകൾ എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കൊച്ചിയോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരുപക്ഷെ വിശാലമായ ഏറെ സാധ്യതകളുള്ള ഒരു മേഖല എന്നുള്ള നിലയ്ക്ക് അയ്യമ്പുഴ കണ്ടെത്തിയത്. ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ ചുറ്റളവിന്റെ അകത്താണ് അയ്യമ്പുഴ ഗ്രാമം ഉള്ളത്. അതിന്റെ ഒരു സാധ്യതയും അയ്യമ്പുഴയിലേക്ക് ഈ പദ്ധതി വരാനുള്ള ഒരു കാരണമായിട്ട് ഇത് പറയുന്നുണ്ട്. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവം IT അധിഷ്ഠിതമായ, അറിവ് അധിഷ്ഠിതമായ വിവിധ സംരംഭങ്ങൾ വരുന്ന ഒരു വികസന പദ്ധതി എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക. ഇതിനെ ഹൈടെക് ഫിനാൻഷ്യൽ ഇൻഡസ്ട്രിയൽ ഹബ്ബ് എന്ന ആശയവുമായിട്ട് കൂട്ടിച്ചേർത്ത് സംസ്ഥാന സർക്കാർ ചില ഓർഡറുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇതൊരു നോളജ് സിറ്റി ആണ് എന്നുള്ള മട്ടിൽ പലരും ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കോസ്മോപൊളിറ്റൻ സിറ്റി രൂപീകരിക്കുന്നു അയ്യമ്പുഴയിൽ എന്ന തലത്തിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്തമായ തലങ്ങളിൽ അവ്യക്തതകൾ ഒരുപിടിയുള്ള പ്രഖ്യാപനങ്ങളും വിശദീകരണങ്ങളും സർക്കാർ ഉത്തരവുകളും ഒക്കെ കൂട്ടിച്ചേർത്തതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ അന്തരീക്ഷത്തിലുള്ള ഗിഫ്റ്റ് സിറ്റി പദ്ധതി എന്നാണ് ഞാൻ മനസ്സിലാക്കുക. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഈ ഗിഫ്റ്റ് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമൂഹ്യ ആഘാത പഠനങ്ങൾ, SIA, അതുപോലെ തന്നെ പരിസ്ഥിതി ആഘാത പഠനങ്ങൾ, EIA പോലെയുള്ള പഠനങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ നടത്തി കഴിഞ്ഞു. അത്തരം ഘട്ടങ്ങളൊക്കെ പൂർത്തിയാക്കി സ്ഥലമേറ്റെടുക്കലിന്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇപ്പോൾ ഗിഫ്റ്റ് സിറ്റി പദ്ധതി. ഓക്കെ, വ്യക്തമാണ്. ശ്രീ ബിജോയ്, അതായത് ഇവിടെ ശ്രീ സിജോ പറഞ്ഞതുപോലെ ഇതിന്റെ പല ഘട്ടങ്ങളിലേക്കും ഇതിന്റെ ഇമ്പാക്ട് റിപ്പോർട്ടുകളൊക്കെ വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിടത്തോളം വളരെ പരിസ്ഥിതി ലോല പ്രദേശമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരിടത്ത് ഈ പറയുന്ന EIA ഒക്കെ എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കുന്നു? അതും ഒരു ചോദ്യമല്ലേ? അതൊരു വലിയ ചോദ്യമാണ്. ഇവിടെ എങ്ങനെ അത് നടക്കും എന്നുള്ളതിനെ കുറിച്ച് വലിയ ആശങ്കയുണ്ട്. അതായത് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം അയ്യമ്പുഴ എന്ന് പറയുന്ന പ്രദേശം 1ഉം 2ഉം സോണുകളിലാണ്. അതായത് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1, 2ലാണ് അയ്യമ്പുഴ പഞ്ചായത്തിരിക്കുന്നത്. അതിൽ തന്നെ ഈ പദ്ധതി പ്രദേശം എന്ന് പറയുന്നത് എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 2ലാണ്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കവളപ്പാറ എന്ന് പറയുന്ന സ്ഥലം വലിയ ലാൻഡ് സ്ലൈഡിങ് ഉണ്ടായ ഒരു സ്ഥലമാണ്. കവളപ്പാറ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 3ലായിരുന്നു. അപ്പൊ അതിലും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അവിടെ കൊണ്ടുവന്ന ഈ പരിസ്ഥിതിക്ക് വളരെ ആഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള വലിയ സ്ക്വയർ ഫീറ്റിലുള്ള ബിൽഡിങ്ങുകളൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പൈലിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ട സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്രയും വലിയ ബിൽഡിങ്ങുകൾ കൊണ്ട് പണിത് കഴിഞ്ഞാൽ എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് വേറൊരു ചോദ്യം. അതുകൂടാതെ അവിടെ ഇനി താമസിക്കാൻ പോകുന്ന ആളുകൾക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ? ഇതിനെക്കുറിച്ചൊന്നും ഒരു പഠനം നടത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ഞാൻ കണ്ടത്, പത്രത്തിൽ വായിച്ചത്, ഇത് ഒരു ഏരിയൽ സർവേ നടത്തി, ഹെലികോപ്റ്ററിൽ പോയിട്ട് ഒരു ഏരിയൽ സർവേ നടത്തി, എന്നിട്ട് ഈ സ്ഥലം കണ്ടെത്തി എന്നുള്ളതാണ് പത്രത്തിലൂടെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയൊക്കെ നടത്തി കണ്ടെത്താൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അയ്യമ്പുഴ. അതിനെക്കുറിച്ച് അവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയാലാണ് ആ പരിസ്ഥിതി എങ്ങനെ ഇരിക്കുന്നു, അതിന്റെ മലകളുടെ ഘടന. ഇതിന്റെ സർവേയുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഇവിടെ വന്നിട്ടില്ലെന്നാണോ പറയുന്നത്? ഞങ്ങളുടെ അറിവിൽ അവിടെ ആരും എക്കോളജിക്കലി എന്തെങ്കിലും ഒരു സർവേ അവിടെ നടത്തിയതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഇവിടെ അതായത് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് 98, 2008, 2018 ഇങ്ങനെ 10 വർഷം ഇടവിട്ട് അവിടെ മലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. അതായത് ഈ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്ന ഭൂമിയിൽ ഉരുൾപൊട്ടല് 10 വർഷം ഇടവിട്ട് ഉരുൾപൊട്ടലുണ്ടായിട്ടുണ്ട്. 3 തവണ. ഇപ്പൊ എനിക്കിപ്പോ 40 വയസ്സായി. ഇപ്പൊ എന്റെ അറിവിൽ ഈ 3 തവണ ഉണ്ടായിട്ടുണ്ട്. ഇതില് 2018 ഉരുൾപൊട്ടലുണ്ടായി. അവിടെയുള്ള ഈ മലയുടെ ഇരുഭാഗത്തുള്ള ആളുകളെയും അവിടെ ക്യാമ്പിലേക്ക് മാറ്റി പാർപ്പിക്കുകയും കൂടി ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത്രയും വിവരമുള്ള ഒരു കാര്യം ഒരു പഠനം നടത്താതെ ആയിരിക്കണം മിക്കവാറും ഇതൊക്കെ ഈ സ്ഥലം കണ്ടെത്തിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. ശ്രീ സിജോ പൈനാടത്ത്, അതായത് ഇത്തരം ഇപ്പം നമുക്കറിയാം ബാംഗ്ലൂർ കൊച്ചി വ്യവസായിക ഇടനാഴിക എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സ്വപ്നമാണ്, സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ വലിയ സ്വപ്നമാണ്. അത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് അത് എല്ലാ പ്രധാനപ്പെട്ട മെട്രോ സിറ്റികളും ബന്ധിപ്പിച്ചുകൊണ്ട് അത്തരം വ്യവസായിക ഇടനാഴികളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ട് താനും. തീർച്ചയായിട്ടും ഇത്തരം ഒരു വികസനം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും കുറെ അധികം ജനവിഭാഗങ്ങൾ കുടിയൊഴിക്കപ്പെടുകാറുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഈ ഒരു പ്രദേശത്തെ തിരഞ്ഞെടുത്തതിൽ എന്തെങ്കിലും അസ്വാഭാവികത നമുക്ക് കാണാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അസ്വാഭാവികത കാണാനായിട്ട് നമുക്ക് സാധിക്കും.
കാരണം ഇപ്പോ ബഹുമാനപ്പെട്ട ശ്രീ ബിജോയ് സൂചിപ്പിച്ച് പറഞ്ഞതുപോലെ തന്നെ ഈ സർക്കാർ ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള ഗിഫ്റ്റ് സിറ്റിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള 240 ഏക്കർ ഭൂമി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉത്തരവ് പ്രകാരം 200 ഏക്കർ ഭൂമി. ഈ ഭൂമിക്ക് സമാന്തരമായി തൊട്ടടുത്ത് തന്നെ ഏതാണ്ട് 200 ഹെക്ടർ ഭൂമി, അത് 540 ഏക്കറോളം വരും. 540 ഏക്കറോളം വരും. ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഇതിന് സമാനമായ തരത്തിലുള്ള സർക്കാർ പുറമ്പോക്ക് ഭൂമി, സർക്കാരിന്റെ കൈവശമുള്ള ഭൂമി, തരിശു ഭൂമി, ഒരു വീട് പോലും ഇല്ലാത്ത ഭൂമി കിടക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുമ്പോഴാണ് എത്ര ഏക്കർ ഭൂമിയുണ്ട് അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏതാണ്ട് 190 ഏക്കറോ 171 ഏക്കർ 170 ഹെക്ടർ ഭൂമിയുണ്ട്. 171 ഹെക്ടർ. അയ്യമ്പുഴ വില്ലേജില് 21ാം ബ്ലോക്കിൽ 171 ഹെക്ടർ ഭൂമി സർക്കാർ പുറമ്പോക്കായിട്ട് രേഖപ്പെടുത്തപ്പെട്ട ഭൂമി, ഒരു വീട് പോലും ഇല്ലാത്ത ഭൂമി അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇതേ പഞ്ചായത്ത് ഇതേ വില്ലേജ് ിൽ തന്നെ ഇത്രയും വിശാലമായ ഭൂമി കിടക്കുമ്പോഴാണ് 240ഓളം കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ആ പദ്ധതി നടപ്പാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് അസ്വാഭാവികത ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്തുകൊണ്ട് ഈ ഭൂമിയെക്കുറിച്ച്, ഈ തരിശായി കിടക്കുന്ന സർക്കാർ അധീനതയിലുള്ള ഭൂമിയെക്കുറിച്ച് ആലോചിക്കാതെ എന്തുകൊണ്ട് ജനവാസ മേഖല തന്നെ സർക്കാർ തെരഞ്ഞെടുക്കുന്നു എന്ന് ഉള്ള ചോദ്യത്തിന്റെ പിന്നിൽ കുറെ ദുരൂഹതകൾ, കുറെ സംശയങ്ങൾ, കുറെ ആശങ്കകൾ അവിടുത്തെ ജനങ്ങൾക്ക് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ സംശയങ്ങളിൽ നിന്നുമാണ് ശ്രീ ബിജോയ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സമരവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുള്ളത്. അവർ തങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനം ഇവിടെ വേണ്ട, വികസനം വേണ്ട എന്നുള്ളതല്ല, കുടിയൊഴിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവർ ആവർത്തിച്ച് പറയാൻ കാരണം ഈ വൻ വികസന പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിനെക്കുറിച്ച് സുപ്രീം കോടതി തന്നെ നിരവധി തവണ ചില ചട്ടങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്, നിയമങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചട്ടമാണ് ജനവാസ മേഖലകളെ കുടിയിറക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, അതിൽ ഭൂമി ഏറ്റെടുത്തുകൊണ്ടുള്ള വികസന പദ്ധതി നടപ്പാക്കേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ജനവാസ മേഖലകളെ പരമാവധി ഒഴിവാക്കിക്കൊണ്ടുള്ള സാധ്യത കൃത്യമായി സർക്കാരുകൾ പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി കൃത്യമായി ഉത്തരവിട്ടിട്ടുണ്ട്. 2-3 വട്ടം സുപ്രീം കോടതി ഈ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും ഒടുവിൽ ഒരുപാട് വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെയും മൂലമ്പള്ളി ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ, സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ, ഇൻഫോ പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ, ഇവിടെയെല്ലാം കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകളുടെ ഇന്നത്തെ സ്ഥിതി എന്താണ് എന്ന് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ പരമാവധി ജനവാസ മേഖലകളെ ഒഴിവാക്കിക്കൊണ്ട് വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കണമെന്ന് കൃത്യമായ ചട്ടമുണ്ടായെന്നിരിക്കെയാണ് അത്തരമൊരു സാധ്യത ഉണ്ടായിട്ട് പോലും ആ സാധ്യത പരിശോധിക്കാതെ ഈ ജനവാസ മേഖല തന്നെ സർക്കാർ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോഴും ആ ജനവാസ മേഖല തന്നെ കുടിയൊഴിപ്പിക്കാൻ സർക്കാർ ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഏറ്റവും ഒടുവിൽ 20 കോടി രൂപ അനുവദിക്കുമ്പോഴും അതിനു മുമ്പ് 240 കോടി രൂപ കുടിയൊഴിപ്പിക്കലിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് അനുവദിക്കുമ്പോഴും ഒക്കെ സർക്കാർ മറ്റൊരു സാധ്യത തിരക്കുന്നില്ല. ശ്രീ ബിജോയ്, അതായത് ഇവിടെ ഈ ജനവാസ മേഖലയെ ബോധപൂർവം ഒഴിവാക്കേണ്ട ആവശ്യം സർക്കാരിന് എന്താണ്? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് സാധിക്കുന്ന ഒരു ഭൂമി എന്ന് മാത്രമേ ഉള്ളൂ. അതിനകത്ത് സർക്കാരിന് എന്തെങ്കിലും വ്യക്തമായ ഒരു അജണ്ട ഉണ്ടാകാൻ സാധ്യത ഇല്ലല്ലോ. കാരണം അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുക? അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 3 വശവും മലയായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവർ ഏറ്റെടുക്കാൻ പോകുന്നത്. ഈ മല എന്തിനാണ് ഗവൺമെന്റ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഈ മല എന്തിനാണ്? ഈ മല എടുത്തിട്ട് ഒരു കോസ്മോപൊളിറ്റൻ സിറ്റി പണിയും എന്നുള്ളത് അവിശ്വസനീയമാണ്. അപ്പോ ഇവിടെ കിടക്കുന്ന ഈ മണ്ണും കല്ലും എവിടേക്കോ കൊണ്ടുപോകാൻ വേണ്ടി തന്നെയാണ്, അല്ലാതെ ഇവിടെ ഒരു സിറ്റി പണിയാനാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. നിങ്ങൾ ഇതൊരു സിറ്റി പണിയാൻ എന്ന ഒരു വ്യാജേന സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മണ്ണും കല്ലും ഒക്കെ മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിച്ചതിന് ശേഷം ഇത് മറ്റൊരു രീതിയിൽ ഇതിനെ ഉപയോഗിക്കാനുള്ള സാധ്യത അങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? അങ്ങനെ സംശയം നിങ്ങൾക്കുണ്ടോ? ഇവരുടെ പ്രഥമമായ ലക്ഷ്യം ഇവിടുത്തെ കല്ലും മണ്ണുമാണ്. കാരണം ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ ഈ പദ്ധതി പ്രദേശത്തിന് പുറത്ത് ചില പാറമടക്കാരുടെ സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളൊന്നും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അവരുടെ ഏക്കർ കണക്കിന് വരുന്ന സ്ഥലം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് തന്നെയാണ്. ഇവിടുന്ന് ഈ പാറയും കല്ലും കൊണ്ടുപോകാൻ തന്നെയാണ് അവരുടെ പ്ലാൻ. ഇനിയിപ്പോ അവരെ ഉൾപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരെയും ഇതിന് ഈ ഗവൺമെന്റിന്റെ ഒപ്പം കൂട്ടിയേക്കാണ് പാറയും മണ്ണും എടുത്തുകൊണ്ട് പോകാനായിട്ട്. അത് മാത്രമല്ല, ഇവിടെ ചില ഭൂജന്മികളും ഇവിടെ കളിക്കുന്നുണ്ട്. ഭൂജന്മികളും ഭൂമാഫിയകളും. അതായത് അയ്യമ്പുഴ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഭൂപരിഷ്കരണ നിയമത്തെക്കുറിച്ചോ ഭൂപരിധി നിയമത്തെക്കുറിച്ചോ അയ്യമ്പുഴക്കാർക്ക് അറിയില്ല. കാരണം ഏക്കർ കണക്കിന് ഭൂമി പഴയ ജന്മിമാരുടെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ അവരുടെ ആ ഭൂമി കൊണ്ട് ഇന്ന് അവർക്ക് ആ ഭൂമി കൊണ്ട് ആവശ്യമില്ല.
ആ ഭൂമി എങ്ങനെയെങ്കിലും ഗവൺമെന്റിന് കൊടുത്ത് കുറെ കാശ് കയ്യിലാക്കണം എന്ന് അവര് തീരുമാനിച്ചു വെച്ചേക്കാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകൾ ഭൂമി കൊടുക്കാൻ തയ്യാറായത് ഒരു പക്ഷേ ഗവൺമെന്റിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളാണ്, ഈ മൂന്ന് കാരണങ്ങൾ, അതായത് ഭൂജന്മികള്, ഭൂമാഫിയകള്, അതുപോലെ തന്നെ അവിടുത്തെ പാറമട ലോബികൾ. ഇങ്ങനെ ഈ മൂന്ന് ആളുകൾ ഒന്നിച്ച് ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അവരൊന്നും ഇവിടെ താമസിക്കുന്ന ആൾക്കാർ, സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ച് യാതൊരു പരിഗണനയും നൽകാതെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഈ പദ്ധതി ഇവിടെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഗവൺമെന്റിന് ആരാണോ ഗവൺമെന്റിന്റെ മായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കുറച്ച് അതിന്റെ ചില്ലറയൊക്കെ കിട്ടുമായിരിക്കും. അതായിരിക്കും ഈ പദ്ധതി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സ്ഥലം എടുത്താൽ പോരെ. അതായത് ഗവൺമെന്റിന്റെ സ്ഥലം ഇപ്പോഴും അവിടെ ഉണ്ട്. ആ സാധ്യതകളൊന്നും പരിഗണിക്കാതെ ജനവാസ മേഖലകളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നതും അതിൽ കൃത്യമായ അജണ്ടകൾ ഉണ്ട് എന്നാണ് ശ്രീ ബിജോയ് പറയുന്നത്. അതെ അതെ അതെ, കൃത്യമായ അജണ്ടകളുണ്ട്. ഈ സ്ഥലത്തിന്റെ, ഈ അയ്യമ്പുഴ ഈ പദ്ധതി പ്രദേശത്തിന്റെ ഒരു ഘടന മനസ്സിലാക്കണം. അതായത് 3 കോളനികളാണ് ഈ പ്രദേശത്തുള്ളത്. അതായത് ഈ പദ്ധതി പ്രദേശത്ത് 3 കോളനികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്തുമാത്രം സാധാരണക്കാരായ മനുഷ്യരാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. 3 കോളനികളുള്ള പ്രദേശം എന്ന് പറയുമ്പോൾ ഇത്രയും ഏക്കറിനിടയ്ക്ക് 3 കോളനികൾ ഉണ്ടെന്ന് പറയുമ്പോൾ, ഒരു കോളനി ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് 3 കോളനികളാണ്. 1 ലക്ഷം വീട് കോളനി, ഒരു 4 സെന്റ് കോളനി, ഒരു ഹരിജൻ കോളനി. അപ്പൊ അത്രയും ദുർബലരായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഭൂമിയാണ്. പക്ഷേ ഇതിന്റെ ഈ ആളുകൾ താമസിക്കുന്നതിനിടയ്ക്കൊക്കെയുള്ള ഒരു വലിയ ലാൻഡ് ഇരിക്കുന്നത് ചില ഭൂജന്മികളുടെ കയ്യിലാണ്. അവര് ഇതിന് അനുകൂലമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ഇനി അവർക്ക് ആ ഭൂമി വേണ്ട. അവരിതുവരെ കൃഷി ചെയ്തിട്ടില്ല. അവര് കുടിയാന്മാർക്ക് കൃഷി ചെയ്യാൻ കൊടുത്തു. ഇനി ആ കൃഷി അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും വേണമെന്ന് അവർ ഉദ്ദേശിച്ചു. ബിജോയ്, മറ്റൊരു ചോദ്യം പ്രസക്തമല്ലേ? കാരണം കൃഷി എന്നത് ആദായകരമല്ലാത്തൊരു ഇടം കൂടിയാണോ ഈ പറയുന്ന അയ്യമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലം? തീർച്ചയായിട്ടും കൃഷി അത്ര പ്രോഫിറ്റബിൾ അല്ലാത്തൊരു കാലത്ത് തീർച്ചയായിട്ടും സാധാരണക്കാരും കിട്ടുന്ന വിലയ്ക്ക്, ഏറ്റവും മികച്ച വിലയ്ക്ക് തന്നെ ആ സ്ഥലങ്ങൾ ഈ പറയുന്ന സർക്കാരിന് കൊടുത്തിട്ട് മറ്റൊരു മികച്ച സ്ഥലത്തേക്ക് കുടിയേറി പാർക്കുന്ന ഒരു ട്രെൻഡ് എല്ലാ ഇടങ്ങളിലും ഉണ്ട്. അങ്ങനെ കൂടി ചിന്തിക്കുന്ന വിഭാഗം ജനങ്ങൾ അയ്യമ്പുഴയിൽ ഉണ്ടാകില്ലേ? ഇവിടുത്തെ ഭൂജന്മികൾ വിചാരിക്കുന്നുണ്ടാവും. ഇവിടെ താമസിക്കുന്ന ആളുകൾ അത് അങ്ങനെ കരുതുന്നില്ല. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഓരോ ദിവസവും 3 ടൺ പച്ചക്കറിയാണ് എറണാകുളം നീണ്ടൂർ മാർക്കറ്റിലേക്ക് കയറി പോകുന്നത്. അതുകൂടാതെ ഗവൺമെന്റിന്റെ തന്നെ ഒരു സ്ഥാപനത്തില് എല്ലാ ആഴ്ചയിലും 30 ടണ്ണോളം ഏത്തക്കായാണ് കയറി പോകുന്നത്. അപ്പൊ ഇത് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ പരിപാടിക്ക് ആളുകൾ ഇറങ്ങുന്നത്? എന്റെ പ്രായത്തിലുള്ളവരും എന്റെ താഴെയുള്ള പ്രായത്തിലുമായിട്ടുള്ള ചെറുപ്പക്കാർ ഇപ്പൊ കൃഷിയുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവരൊന്നും പ്രോഫിറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണോ ഈ പണിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്? അപ്പൊ അങ്ങനെ ഞങ്ങൾ കരുതുന്നില്ല. അവിടെ പദ്ധതി പ്രദേശത്ത് അങ്ങനെ ആരും കരുതുന്നില്ല. ഈ കൃഷി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണെന്നൊന്നും ഞങ്ങൾ ആരും വിചാരിക്കുന്നില്ല. ഈ ജന്മിമാര് വിചാരിക്കുന്നുണ്ടാവും. അവർക്ക് ഇതുകൊണ്ടൊന്നും വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. ലാഭം ഇല്ലെന്നുള്ളതല്ല, അവർക്ക് ആ ഭൂമി വേണ്ട. അവരുടെ മക്കളൊക്കെ വിദേശത്ത് പോയി അല്ലെങ്കിൽ പുറത്തു പോയി, അവർക്കൊക്കെ നല്ല ജോലിയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പദ്ധതി പ്രദേശത്തുള്ള ആളുകൾ തീരെ പാവപ്പെട്ട ആൾക്കാരാണ്. ഒരു 10% ആളുകളാണ് ഒരു ശരാശരിക്ക് മുകളില് സമ്പാദ്യമുള്ള ആൾക്കാർ. മാത്രവുമല്ല, അയ്യമ്പുഴയിലെ ആളുകൾ, ഈ പദ്ധതി പ്രദേശത്തുള്ള ആളുകൾ കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിലാണ് വീട് വെച്ചത്. ഇപ്പൊ നിങ്ങൾ വന്ന് നോക്കിയാൽ മനസ്സിലാവും, ലക്ഷം വീട് കോളനി എന്ന് പറയുന്നത് ഒരു ഭിത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തും താമസിച്ചിരുന്ന ആളുകളാണ്. ഈ കഴിഞ്ഞൊരു 10 വർഷത്തിനിടയ്ക്ക് അവർ സ്വന്തമായി വീട് വെച്ചു. അതുപോലെ തന്നെ 4 സെന്റ് കോളനിയിൽ ചെന്നാൽ കാണാം, അവർക്ക് റോഡ് പോലും വഴിയില്ലായിരുന്നു. വഴിയില്ല, കറണ്ട് ഇല്ല. ഈ ഒരു 2-3 വർഷത്തിനിടയ്ക്കാണ് റോഡ് ഈ ഒരു കഴിഞ്ഞ വർഷമാണ് ഉണ്ടായത്. വൈദ്യുതിയൊക്കെ ലഭിച്ചിട്ട് ഈ അടുത്ത 1-2 വർഷമേ ആയുള്ളൂ. അപ്പൊ അത്രയും. പിന്നെ അതുപോലെ തന്നെ ഹരിജൻ കോളനി എന്ന് പറയുന്നത്, അവിടേക്കാണെങ്കിലും നല്ല സുഗമമായിട്ട് സഞ്ചരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായത് ഈ അടുത്ത നാളുകളിലാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോകാൻ പറ്റുമോ? മാത്രമല്ല, ഇത്രയും എന്താ പറയുന്ന ദുർബലമായ ഒരു സ്ഥലത്ത് നിന്ന് എന്തെങ്കിലും ഒരു പൈസ കിട്ടിയിട്ട് വേറെ എവിടെ പോയി ഭൂമി മേടിക്കാൻ പറ്റും? തൊട്ടടുത്ത പഞ്ചായത്താണ് മഞ്ഞപ്ര പഞ്ചായത്തിൽ പോയി കഴിഞ്ഞാല് ഒരു 2 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു സെന്റിന് വില കിട്ടില്ല. അല്ല, 2 സെന്റില് 2 ലക്ഷത്തിൽ കുറഞ്ഞ് ഭൂമി കിട്ടില്ല. അപ്പൊ ഞങ്ങളുടെ ഭൂമിക്ക് ഇടാൻ പോകുന്ന വില എന്തായിരിക്കും? അപ്പൊ അതൊന്നല്ല പ്രശ്നം. ഞങ്ങള് ജനിച്ച നാട്, അത് ഞങ്ങൾ അതിനെ എൻജോയ് ചെയ്താ ജീവിക്കുന്നത്. ഞാൻ വിദേശത്ത് ജീവിച്ച ആളാണ്. ഞാൻ ഈ നാട്ടിൽ വന്ന് ഈ നാട്ടിലെ പച്ചപ്പില് ജീവിക്കണമെന്ന് വിചാരിച്ച് അവിടെ വന്ന് താമസിക്കുന്ന ആളാണ്. അപ്പോ അങ്ങനെയാണ് അവിടുത്തെ നല്ലൊരു ശതമാനം 10 പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ
ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ പറയുന്ന ഭൂജന്മികള് അവിടെ താമസിക്കുന്ന ആൾക്കാരുണ്ട്, അവർ ഈ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതവിടെ വന്ന് അന്വേഷിച്ച് നോക്കണം. അവിടെ താമസിക്കുന്ന ഭൂജന്മികള് ഈ സ്ഥലം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവിടെ താമസിക്കാത്ത ചില ഭൂജന്മികൾ ഇതിന്റെ പുറകിലുണ്ട്. അവരാണ് ഈ സ്ഥലം തന്നെ ഏറ്റെടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളെ ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് വിചാരിക്കുന്ന എല്ലാം അനുകൂലമാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല സാഹചര്യം. അങ്ങനെയാണ് സാഹചര്യം എന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ഥലം എടുത്തു പോയേനെ. നമ്മളോടൊപ്പം അങ്കമാലി MLA ശ്രീ റോജി എം ജോൺ ടെലഫോണിൽ ചേരുന്നു. ശ്രീ റോജി എം ജോൺ, ഈ അങ്കമാലിയിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പദ്ധതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ സ്ഥലം MLA അത് അറിയിക്കേണ്ട ഒരു ബാധ്യത സർക്കാരിനുണ്ടല്ലോ. ഈ ഒരു പദ്ധതിയെക്കുറിച്ച് താങ്കൾ MLA താങ്കൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഔദ്യോഗികമായിട്ട് താങ്കൾക്ക് അറിയിപ്പുകളൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ താങ്കൾ ഉന്നയിച്ച സംശയങ്ങൾക്കൊന്നും മറുപടി ലഭിച്ചിട്ടില്ല എന്നാണ് പറയുക. തീർച്ചയായിട്ടും ഇതൊരു ജനാധിപത്യ ലംഘനമല്ലേ? യാതൊരു തരത്തിലുമുള്ള കൂടിയാലോചനകൾ ഇല്ലാതെയാണ് ഈ പദ്ധതിയുമായിട്ട് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളെയോ ജനപ്രതിനിധികളെയോ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവിടെയുള്ള പൊതുസമൂഹത്തെ തന്നെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുമായിട്ട് ചർച്ച നടത്താൻ പോലും സർക്കാർ തയ്യാറാവുന്നില്ല. അത് വലിയ ആശങ്ക ജനങ്ങളുടെ ഇടയിൽ ഉളവാക്കിയിട്ടുണ്ട്, ഈ പദ്ധതിയെ സംബന്ധിച്ചും അതിൻ്റെ സുതാര്യതയെ സംബന്ധിച്ചും ഉദ്ദേശശുദ്ധിയെ സംബന്ധിച്ചുമൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് പദ്ധതിയുടെ വിശദാംശങ്ങളൊക്കെ അവരുമായിട്ട് ചർച്ച ചെയ്ത് ജനങ്ങളെ കുടിയിറക്കാതെ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുവാനായിട്ട്. അത് അവിടെ തന്നെ താമസമില്ലാത്ത ഒത്തിരിയേറെ പ്രദേശങ്ങൾ അവിടെ ഭൂമി ലഭ്യമായിട്ടുണ്ട്. അത്തരം പ്രദേശങ്ങൾ വേണമെങ്കിൽ സർക്കാരിന് ഏറ്റെടുക്കാവുന്നതാണ്. ആളുകളെ കുടിയിറക്കുന്ന നടപടികൾ ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ ഏകപക്ഷീയമായിട്ട് മുന്നോട്ട് പോകുന്ന നടപടി തീർത്തും ജനാധിപത്യ വിരുദ്ധം തന്നെയാണ്. ഈ അവസരത്തിൽ അയ്യമ്പുഴയിലെ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ജനങ്ങളോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങളുടെ ശബ്ദം അധികാരികൾക്ക് എന്തായാലും കേൾക്കേണ്ടി വരും. അയ്യമ്പുഴയിലെ ജനങ്ങൾ സമരത്തിൻ്റെ പാതയിൽ തന്നെയാണ്. പരിസ്ഥിതിക്ക് ദോഷം വരുന്ന, ജനങ്ങളെ കുടിയിറക്കുന്ന ഒരു പദ്ധതി നാടിന് അനുയോജ്യമല്ല എന്നുള്ള നിലപാട് തന്നെയാണ് നമ്മുടേത്. അവിടെ നമുക്ക് ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളൊക്കെ കണ്ടെത്തിക്കൊണ്ട് പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള പദ്ധതികൾ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള മാർഗങ്ങൾ ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് അവലംബിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇന്ന് തിരുവനന്തപുരത്ത് നിയമസഭയിൽ നേരിട്ട് വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വ്യവസായ വകുപ്പ് മന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും പ്രതിപക്ഷ നേതാവിനെയും MLA-മാരെയും ഉൾപ്പെടെ കണ്ട് ഈ വിഷയം സമരസമിതിയുടെ ആളുകളും ഞാനും അധികാരികളുടെയൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ കൂട്ടായ ശബ്ദത്തിന് മുമ്പിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂട്ടായ്മയ്ക്ക് മുമ്പിൽ ആ ആവശ്യങ്ങൾക്ക് അംഗീകരിക്കുവാനായിട്ട് ഭരണവർഗം തയ്യാറാവേണ്ടി വരും എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി ശ്രീ റോജി എം ജോൺ. ചർച്ച തുടരുന്നു. ശ്രീ സിജോ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സമീപകാലത്ത് നമുക്ക് കൊച്ചിയിലുണ്ടായ പദ്ധതികളൊക്കെ അങ്ങ് വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരാളാകും. അതിനെക്കുറിച്ചൊക്കെ നിരന്തരം വാർത്തകളും ലേഖനങ്ങളും അന്വേഷണ പരമ്പരകളും നടത്തുന്ന ഒരാളാണ്. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി നമുക്കറിയാം, കണ്ടെയ്നർ ടെർമിനൽ റോഡ് അറിയാം, വല്ലാർപാടം പദ്ധതി അറിയാം, ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അറിയാം. ഇങ്ങനെ ഒത്തിരി പദ്ധതികൾ കൊച്ചിയിൽ ഉണ്ട്, അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് എപ്പോഴെങ്കിലും ഇതിന് ശേഷം ഈ പദ്ധതിക്ക് ശേഷം ഇവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടോ? എന്താണ് ഇവിടുന്ന് നമുക്ക് നൽകുന്ന പാഠങ്ങൾ? ആ പാഠങ്ങൾ ഇവിടുത്തെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൽ പറഞ്ഞത് വളരെ കൃത്യമായ ഒരു കാര്യമാണ്. ഞാൻ അതിന്റെ ഉത്തരത്തിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് കൃഷിയെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞ ഒരു പരാമർശം മാത്രം നടത്തട്ടെ. ഒന്ന് നേരത്തെ നിതിൻ പറഞ്ഞതുപോലെ കൃഷി ലാഭകരമല്ലാത്തൊരു കാലത്ത് ആ ഭൂമി വിട്ടൊഴിഞ്ഞ് എത്രയും പെട്ടെന്ന് പോകുന്നതല്ലേ പുതിയ കാലത്തിന്റെ ബുദ്ധി എന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. ഒരുപക്ഷെ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ കാലത്ത് കോർപ്പറേറ്റുകളൊക്കെ കർഷകരോട് ചോദിക്കുന്നത് അത് തന്നെയാണ്. ഇവിടെ ഡൽഹിയിൽ സമരം നടക്കുമ്പോൾ അവിടെ നടക്കുന്ന കർഷകരോട്, ഹരിയാനയിലെയും ഉത്തർപ്രദേശിലെയും പഞ്ചാബിലെയും ഒക്കെ കർഷകരോട് വൻകിട മുതലാളിമാർ ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്. നിങ്ങൾ പണി നിർത്തൂ, നിങ്ങളുടെ പണി ഞങ്ങൾ ചെയ്തു തരാം, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തരാം എന്നാണ് പറയുക. നിങ്ങളുടെ കൃഷിഭൂമിയൊക്കെ വിട്ടൊഴി, നിങ്ങൾ കൃഷിയൊക്കെ നിർത്ത് എന്നാണ് പറയുന്നത്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തിന്റെ സംസ്കൃതി രൂപപ്പെട്ടത് കൃഷിയിലൂടെയാണ്.
ഈ രാജ്യത്തിന് നട്ടെല്ല് എന്ന് പറയുന്ന കൃഷിയാണ്. നമ്മൾ മലയാളികൾ പോലും കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മലയാളികൾ ഉണ്ടാക്കിയെടുത്ത കൃഷിക്കപ്പുറത്ത് നോർത്ത് ഇന്ത്യക്കാരനൊക്കെ ഉണ്ടാക്കിയെടുത്ത ഭക്ഷണമൊക്കെ കഴിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ കൃഷിയോട് നമ്മൾക്ക് വലിയ കടപ്പാടുണ്ടെന്നുള്ളത്. കൃഷി എന്ന് പറയുന്നത് കേവലം ഒരു വരുമാന മാർഗമല്ല. യഥാർത്ഥ കർഷകൻ കാണുന്നത് കൃഷിയെ, കാർഷികോൽപ്പന്നങ്ങളെ ഒരു വരുമാന മാർഗമായി മാത്രമല്ല, അത് ജീവിതമാണ് അവന്. അത് ജീവിതമാണ്. അവൻ വിത്തിടുമ്പോഴും അവൻ വിള കൊയ്യുമ്പോഴും അവൻ വിയർപ്പൊഴുക്കുമ്പോഴും ഒക്കെ അവൻ അതിലൂടെ കാണുന്നത് ജീവിതമാണ്. ഈ ജീവിതം ആണ് തന്റെ പിൻതലമുറയെ ഓരോ കർഷകനും പഠിപ്പിക്കുക. തന്റെ മക്കളെ, വരും തലമുറയൊക്കെ പഠിപ്പിക്കുന്നത് ഇത്തരം വിയർപ്പൊഴുക്കി ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കേവലം വരുമാന മാർഗം മാത്രമായി അതിന് കർഷകര് വിലയിടുന്ന സംസ്കാരം കോർപ്പറേറ്റ് സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ അയ്യമ്പുഴയിലും അത്തരം വിലയിടൽ കർമ്മമാണ് നടക്കാൻ പോവുക. നിങ്ങൾക്ക് കൃഷി നഷ്ടമല്ലേ? നിങ്ങളുടെ പൈനാപ്പിളിനും നിങ്ങളുടെ വാഴയ്ക്കും നിങ്ങളുടെ തെങ്ങിനും നിങ്ങളുടെ കമുകിനും പൈനാപ്പിളിനും ഒക്കെ ഇത്ര വിലയൊന്നുമില്ലല്ലോ. അതിനേക്കാളും നല്ല വില, അതിനേക്കാളും നല്ല സാധ്യതയുള്ള നഗരത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാം, മുന്തിരിത്തോപ്പ് നിങ്ങൾക്ക് നൽകാം, ഒരുപാട് മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകുമായിരിക്കും. ഒരുപക്ഷെ ഇന്നലെ മൂലംപള്ളി പാക്കേജ് ഉണ്ടായതുപോലെ നാളെ ഒരു അയ്യമ്പുഴ പാക്കേജും ഒരുപക്ഷെ സർക്കാർ പ്രഖ്യാപിച്ചേക്കും. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇനി ചോദ്യത്തിലേക്ക് വരാം. ഈ പാക്കേജിന്റെ കാര്യം പറയുമ്പോഴാണ് ഏതാണ്ട് ഒരു 12 വർഷം മുമ്പ് കൊച്ചി നഗരം കണ്ട ഒരു പാക്കേജിന്റെ ദുരന്തം നമ്മൾ മനസ്സിലാക്കേണ്ടത്. മൂലംപള്ളി പാക്കേജ് ആണ് അത്. കൊച്ചി കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിന് വേണ്ടി, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട മൂലംപള്ളിയിലെ, വല്ലാർപാടത്തെ, മുളവുകാടിലെ, അതുപോലെ ഏലൂരിലെ, കളമശ്ശേരിയിലെ, മഞ്ഞുമ്മലിലെയൊക്കെ ഏതാണ്ട് കുടുംബങ്ങൾ, അതായത് 316 കുടുംബങ്ങൾക്കാണ് കുടിയൊഴിഞ്ഞു പോകേണ്ടി വന്നത്. വല്ലാർപാടം പദ്ധതിക്ക് വേണ്ടി 316 കുടുംബങ്ങൾ, അത് ടെർമിനലിനും അതിന്റെ റോഡ് വികസനത്തിനും എല്ലാം ആയിക്കൊണ്ട് 316 കുടുംബങ്ങൾ കുടിയൊഴിയേണ്ടി വന്നു. ഇനി ഈ കുടിയൊഴിഞ്ഞ ആളുകൾക്ക് എന്താണ് സർക്കാർ കൊടുത്തത്? മൂലംപള്ളി പാക്കേജ് എന്ന് പറഞ്ഞ് മധുരത്തിൽ പൊതിഞ്ഞ വലിയ സമ്മാനം അന്ന് സർക്കാർ അവർക്ക് മുന്നിട്ട് 2008 ഞാൻ മനസ്സിലാക്കുന്നത് 2008 മാർച്ച് മാസം 23 ആ മൂലംപള്ളി പാക്കേജ് സർക്കാർ പ്രഖ്യാപിച്ചത്. ആ മൂലംപള്ളി പാക്കേജ് മാസങ്ങളോളം എറണാകുളത്ത് മേനക ജംഗ്ഷനിൽ മൂലംപള്ളി നിവാസികൾ നടത്തിയ സമരത്തിനൊടുവിൽ ആ സമരത്തിന്റെ സമാപനത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വന്നുകൊണ്ട് മൂലംപള്ളി പാക്കേജിന്റെ പകർപ്പ് സമര നേതാക്കൾക്ക് കൊടുത്തുകൊണ്ടാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് ജോസഫ് കാരിക്കാശ്ശേരി പിതാവാണ്, വരാപ്പുഴ അതിരൂപതയുടെ സഹായമെത്താൻ ജോസഫ് കാരിക്കാശ്ശേരി പിതാവിന് മൂലംപള്ളി പാക്കേജിന്റെ പകർപ്പ് കൈമാറിക്കൊണ്ടാണ് മാസങ്ങൾ നീണ്ട മേനകയിലെ സമരം അവസാനിപ്പിച്ചത്. ആ പാക്കേജിനെ തുറന്ന് എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഞാൻ 2-3 വട്ടം ഈ മൂലംപള്ളിയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ പോകാനായിട്ട് അവസരം ലഭിച്ച ഒരാളാണ്, മാധ്യമപ്രവർത്തകൻ. അവിടുത്തെ ദയനീയമാണ്. 316 കുടുംബങ്ങളിൽ ഇന്നും അവർക്ക് താമസയോഗ്യമായ ഭൂമി കൊടുത്തത് 42 കുടുംബങ്ങൾക്ക് മാത്രമാണ്. 42 കുടുംബങ്ങൾക്ക് മാത്രമാണ്. ഓർക്കണം, 316 കുടുംബങ്ങളെ വഴിയിലേക്ക് ഇറക്കി വിട്ടു. 42 കുടുംബങ്ങൾക്ക് മാത്രമാണ് താമസയോഗ്യമായ ഭൂമി കൊടുത്തത്. അവർ പറയുമ്പോൾ താമസയോഗ്യമായ പകരം ഭൂമിയെ കൊടുത്തു. കാക്കനാട് തൂതിയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് മൂലംപള്ളിക്കാർക്ക് വേണ്ടി ഭൂമി കൊടുത്തു. ആ ഭൂമിയിൽ വീട് വെക്കാൻ പര്യാപ്തമല്ലാത്ത ചതുപ്പ് നിറഞ്ഞ ഭൂമിയാണ് നിങ്ങൾ വീട് വെച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ വെച്ച് കിട്ടിക്കൊടുത്തത്. ഒരാൾ പോലും അവിടേക്ക് പോകാൻ തയ്യാറായില്ല. എന്താണ് കാരണം? അവിടെ വീട് വെക്കാൻ സാധ്യതയില്ലാത്ത മേഖലയാണ്. ഇതെല്ലാം സർക്കാർ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചപ്പോൾ വീണ്ടും പകരം നിങ്ങൾക്ക് ഭൂമി തരാം, പകരം നിങ്ങൾക്ക് അതുവരെ വാടക വീട് താമസിക്കാം, ആ വാടക സർക്കാർ നൽകാം എന്നെല്ലാം പറഞ്ഞെങ്കിലും അതെല്ലാം കേവലം വാഗ്ദാനം മാത്രമായി എന്നുള്ളതാണ് വസ്തുത. ഇനി ഈ 316 കുടുംബങ്ങളിൽ 12 വർഷം പിന്നിടുമ്പോൾ, 2008 കഴിഞ്ഞ് 13-13 വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ 316 കുടുംബങ്ങളിലെ 29 പേര് ഇന്നില്ല. 29 പേർ തങ്ങൾ അധ്വാനിച്ച, തങ്ങൾ പണിയെടുത്ത ഭൂമിയിൽ സ്വസ്ഥമായിട്ട് മരിക്കാൻ പോലും അവസരം ലഭിക്കാതെ 29 പേര് മൂലംപള്ളിക്ക് പുറത്ത് മരിച്ചു എന്നുള്ള സത്യം. ഈ സർക്കാരിന്റെ പാക്കേജ് ഏറ്റുവാങ്ങാൻ, സർക്കാരിന്റെ ആ പ്രഖ്യാപനം നടപ്പാകുന്നത് കാണാൻ 29 പേര് ഇന്ന് ഭൂമിയിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കണം എന്തായിരുന്നു ഈ മൂലംപള്ളി പാക്കേജിന്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് മനസ്സിലാക്കണം. ആ പാക്കേജ് ഇങ്ങനെയാണ്: 1 സെന്റിന് 2 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാം എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാഗ്ദാനം. രണ്ടാമത്, വീട് നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തി നൽകും വരെ പ്രതിമാസം 5000 രൂപ വാടക കൊടുക്കാം. നിങ്ങൾ വാടക വീട്ടിലേക്ക് പോയിക്കോളൂ, നിങ്ങളുടെ വാടക ഞങ്ങൾ തരാം എന്നായിരുന്നു പാക്കേജിൽ രണ്ടാമത്തെ വാഗ്ദാനം. മൂന്നാമത്തത്, കുടുംബത്തിൽ ഒരാൾക്ക് വല്ലാർപാടം കണ്ടെയ്ൻമെന്റ് ടെർമിനലിൽ ജോലി കൊടുക്കാം എന്നും വാഗ്ദാനം ഉണ്ടായിരുന്നു. അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടിയ 4 സെന്റ് സ്ഥലം വീതം നൽകും എന്നുള്ളതായിരുന്നു പാക്കേജിലെ പ്രധാനപ്പെട്ട കാര്യം. അടിസ്ഥാന സൗകര്യമുള്ള 4 സെന്റ് സ്ഥലം നൽകുന്നതാണ്. ഇതാണ് അടിസ്ഥാന സൗകര്യം. കാക്കനാട് തൂതിയൂരിലെ ചതുപ്പ് നിറഞ്ഞ സ്ഥലമാണ് അടിസ്ഥാന സൗകര്യമുള്ള 4 സെന്റ് സ്ഥലം എന്ന് പറഞ്ഞ് വെച്ച് നീട്ടിയത്. അവിടെ ഇപ്പോഴും വീട് വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഈ സ്ഥലത്ത് വീട് നിർമ്മാണത്തിനുള്ള പൈലിങ്ങിനായി 75,000 രൂപ നൽകാം എന്നും കൂടി സർക്കാർ അന്ന് പറഞ്ഞിട്ടുണ്ട്.
ഈ നഷ്ടപരിഹാര തുകയ്ക്ക് നികുതി ഒഴിവാക്കും എന്നുകൂടിയൊക്കെ പറയുന്നത്. ഇതൊന്നും നടപ്പായില്ലെന്ന് മാത്രമല്ല, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ആ ജനതയെ വഞ്ചിച്ചു എന്നുള്ളതാണ് മാറി മാറി വന്ന സർക്കാരുകൾ. ഏതെങ്കിലും ഒരു സർക്കാരല്ല, അതിനുശേഷം UDF സർക്കാർ വന്നു, LDF സർക്കാർ വന്നു, വീണ്ടും UDF സർക്കാർ വന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ LDF സർക്കാരിന്റെ അവസാന കാലത്ത് നിൽക്കുമ്പോഴും മൂലംപള്ളി പാക്കേജ് പ്രഖ്യാപനത്തിന് അപ്പുറത്തേക്ക് മുന്നോട്ട് നിലവിൽ ഈ പറയുന്ന വർഷങ്ങൾക്ക് മുമ്പ് കുടി ഒഴിക്കപ്പെട്ട ഈ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് 2021-ൽ? 2021-ലേക്ക് എത്തുമ്പോൾ ഈ അന്ന് കുടിയിറക്കപ്പെട്ട 316 കുടുംബങ്ങളിലെ പകുതിയിലധികം പേര് ഇപ്പോഴും വാടക വീടുകൾ താമസിക്കുകയാണ്. വാടക വീടുകൾ സർക്കാർ വാടക നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇപ്പോഴും പലരും വാടക വീടുകളിൽ താമസിക്കുന്നു. ഇതിൽ സർക്കാരിന്റെ ഔദ്യോഗിക നിലപാട് എന്താണ്? ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ നിലപാട് എന്താണ് ഈ പദ്ധതിയിൽ? സർക്കാരിനകത്ത് പറയുന്നത് സർക്കാർ ചൂണ്ടിക്കാണിച്ച ഭൂമിയിലേക്ക് ഇവർ മാറണം എന്നുള്ളതായിരുന്നു ഈ ഏറ്റവും ഒടുവിലും സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഭൂമി ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. പലവട്ടം ജനങ്ങളുടെ പരാതി കണ്ട് അവർ സ്ഥലം സന്ദർശിക്കാൻ വന്നു, പല വിദഗ്ധ സംഘങ്ങൾ സന്ദർശിക്കാൻ വന്നു. അപ്പോഴൊക്കെ ഈ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം ഭൂമികളൊക്കെ താമസയോഗ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരം അന്വേഷണ കമ്മീഷനുകളൊക്കെ റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ ആ സമരവുമായിട്ട് മുന്നോട്ട് നിന്ന ആളുകൾ, മൂലംപള്ളി ചരിത്ര പ്രധാനമായ മൂലംപള്ളി സമരവുമായിട്ട് മുന്നോട്ട് നിന്ന ആളുകൾ ഉൾപ്പെടെ ആ ജനങ്ങൾ ഉൾപ്പെടെ ഇപ്പോഴും ആ സ്ഥലം ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടോട് തന്നെ മുന്നോട്ട് പോവുകയാണെന്നുള്ളത്. കേരളത്തിൽ ഇപ്പോഴും സജീവമായ ഒരു സമരം നടക്കുന്നുണ്ട് മൂലംപള്ളിയിൽ, അല്ലേ? തീർച്ചയായിട്ടും മൂലംപള്ളി സമരം അവർ പ്രത്യക്ഷമായിട്ട് സമരങ്ങളില്ലെങ്കിൽ തീർച്ചയായിട്ടും സമരവീര്യത്തിൽ തന്നെയാണ് സമരവീര്യത്തിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അവരിപ്പോഴും സമരവിൽ തന്നെയാണ്. നിരവധി നിവേദനങ്ങളും സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങലും ഒക്കെ ഇപ്പോഴും തുടരുന്നു. ഒരുപക്ഷെ ഈ അയ്യമ്പുഴക്കാരനും ആദ്യം കണ്ടത് മൂലംപള്ളിക്കാരനെ ആയിരിക്കും. ഈ മൂലംപള്ളിക്കാരന്റെ ദുരന്തം, മൂലംപള്ളിക്കാരന്റെ ദുര്യോഗം തീർച്ചയായിട്ടും അയ്യമ്പുഴ നിവാസികളെ ഈ ഭൂമി കുടിയൊഴിപ്പിക്കലിൽ നിന്ന് അതിനെ എതിർക്കാൻ സ്വാഭാവികമായിട്ടും അവരെ പ്രചോദിപ്പിക്കും. അതാണ് സംഭവിച്ചത്. മാത്രമല്ല വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ വരുമ്പോൾ എന്തൊക്കെ വികസന മോഹങ്ങളാണ് കൊച്ചിയിലെ ജനങ്ങൾക്ക് വേണ്ടി സർക്കാർ സംവിധാനങ്ങൾ ഉയർത്തിക്കാട്ടിയത് എന്നതുകൂടി ചർച്ച ചെയ്യണം, അല്ലേ? ഇപ്പോൾ ആ പദ്ധതിയുടെ അവസ്ഥ എന്താണ്? എത്ര വികസനം കൊണ്ടുവന്നു? എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു എന്ന ചോദ്യവും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇത് വലിയൊരു ചതിയാണെന്ന് മനസ്സിലാകുന്നത്. അവിടെയുള്ള ചെറുപ്പക്കാർക്ക് ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. പലർക്കും പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഒരാൾക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞോണം ഒരു മോഹന വാഗ്ദാനങ്ങൾ നൽകി എങ്ങനെയെങ്കിലും ഭൂമി തട്ടിയെടുക്കുക, അത്രേ ഉള്ളൂ ഇതിനകത്തൊക്കെ സംഭവിക്കുന്നത്. അയ്യമ്പുഴയിൽ ഈ പറഞ്ഞോണം, ഞാൻ പറഞ്ഞല്ലോ, ഈ 171 ഹെക്ടർ ഭൂമി കിടക്കുന്നത് കൂടാതെ അയ്യമ്പുഴയുടെ തെക്ക് വശത്ത് കിടക്കുന്നത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി. അത് റിസർവ് ഫോറസ്റ്റ് ആയിരിക്കും, പക്ഷെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി സർക്കാരിന്റെയാണ്. അതിനെക്കുറിച്ച് ആലോചിക്കാം. ഇനിയിപ്പോ ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം ഒഴിഞ്ഞു പോയിട്ട് ഒരു പക്ഷെ ഇനി അവിടെ കയ്യേറി താമസിക്കേണ്ട ഒരു ഗതികേടിലാവും. അയ്യമ്പുഴയിലെ ആളുകൾ, നല്ലൊരു ശതമാനം ആൾക്കാർ ഈ പ്ലാന്റേഷനിൽ കൂലിപ്പണി ചെയ്തവരും കൂപ്പിൽ പണിയെടുത്തവരും കൂലിപ്പണിയെടുത്ത് ഈ ജന്മിമാരുടെ ഭൂമിയിൽ കൂലിപ്പണിയെടുത്തും കന്നാലികളെ വളർത്തിയും ജീവിച്ചു വന്നവരാ. അവരെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് അങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല. നേരത്തെ മിസ്റ്റർ സിജോ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് അങ്ങനെ കൃഷിയൊക്കെ വിട്ട് ഒഴിഞ്ഞു പോകാൻ പറ്റിയ മാനസികാവസ്ഥയുള്ള ആളുകളല്ല അവിടെ ഉള്ളത്. ഒരു നിമിഷം ശ്രീ ബിജോയ്, അതായത് ഇവിടെ ഈ 150 ഹെക്ടറോളം സ്ഥലം സർക്കാരിന്റെ ഉണ്ട് എന്ന് പറയുന്നു. അവിടെ അങ്ങനെ ഒരു പദ്ധതി വരുന്നതിന് നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? സർക്കാരിന്റെ ഭൂമിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുര്യോഗം വന്നിട്ട് ഈ പദ്ധതി ഞങ്ങളുടെ ചോദിക്കുന്നത്, സർക്കാരിന്റെ ഭൂമിയിൽ, സർക്കാരിന് തരിശായി കിടക്കുന്ന ഭൂമിയിൽ ഇങ്ങനെ ഒരു പദ്ധതി വന്നാൽ നിങ്ങളുടെ സ്ഥലങ്ങളൊന്നും ബാധിക്കുന്നില്ല എങ്കിൽ, ആ നാട്ടിൽ അങ്ങനെ ഒരു വികസനം വന്നാൽ അതിനെ നിങ്ങൾ എതിർക്കുമോ? ഞങ്ങൾ എതിർക്കുന്നില്ല, അവിടെ വന്നോട്ടെ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അതാണ്. പക്ഷെ അവിടെ വരുമ്പോൾ അവിടെയും പരിസ്ഥിതിയുടെ പ്രശ്നമില്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞങ്ങളുടെ ജീവവായു നിലനിർത്തുക എന്നുള്ളതാണ്. മാത്രമല്ല അവിടെ അങ്ങനെ ഒരു പദ്ധതി വരുന്നുണ്ട്. അത് ഒന്നാമത് തരിശു ഭൂമിയാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. ആ ഭൂമി തരിശു ഭൂമി. ഇതിപ്പോ സർക്കാരിന്റെ പേപ്പറാണിത്. ഇതിപ്പോ ഇങ്ങനെ ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാവില്ല. തരിശു ഭൂമി എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ അങ്ങനെ വലിയ ഇതൊന്നും വളരാനുള്ള ഒരു സ്ഥിതിയുള്ള പ്രദേശമല്ല. ഇത് റോഡിന്റെ ഒരു മറ്റേ സൈഡാണ്, ഒരു എതിർ സൈഡാണ്. ഈ പദ്ധതി പ്രദേശത്തിന് നേരെ ഓപ്പോസിറ്റ് സൈഡാണ്. അത് തരിശു ഭൂമി തന്നെയാണ്. അവിടെ വലിയ കൃഷിയൊന്നും നടത്താൻ പറ്റാത്ത ഒരു ഭൂമിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത്. കുറെ ആൾക്കാർ കയ്യേറിപ്പോയി. പക്ഷെ എന്നാൽ പോലും ആ ഭൂമിയില് പ്രത്യേകിച്ച് ഒന്നും വളരില്ല. അതുകൊണ്ടാണ് ആ ഭൂമി ആർക്കും വേണ്ടാതെ അങ്ങനെ കിടക്കുന്നത്. അതവിടെ വന്നോട്ടെ. അത് മാത്രമല്ല, അവിടെ നിന്ന് പ്രത്യേകിച്ച് തോടുകൾ ഉത്ഭവിക്കുകയോ അല്ലെങ്കിൽ അവിടെ അങ്ങനത്തെ ഒരു ജൈവ വ്യവസ്ഥയൊന്നും അവിടെ ഇല്ല. ഈ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ഈ പദ്ധതി പ്രദേശത്ത് ഈ മലയിൽ നിന്ന് ഞാൻ പറഞ്ഞ 3 തോടുകൾ ഉത്ഭവിക്കുന്നുണ്ട്. ഈ തോടുകൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു ലാൻഡ്സ്കേപ്പിംഗ് നടന്നു കഴിഞ്ഞാൽ ഈ തോടുകൾ ഇല്ലാതാകും. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മലയുടെ ഒരു സൈഡില് ഒരു പാറമട വന്നിട്ട് ആ പാറമടക്കാര് അവിടെ നിന്ന് വരുന്ന ഒരു തോട് ഇല്ലാതാക്കി.
അവിടെ ഒരു തോടില്ല. അങ്ങനെ ഒരു തോട് ഉത്ഭവിച്ചിരുന്ന തോട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അവിടെ നിന്ന് ഒരു തോടുണ്ടായിരുന്നു. ആ തോട് ഇപ്പൊ നിലവിലില്ല. ഇപ്പോ ഇവിടെ തന്നെ ഈ പാടത്ത് കൊണ്ടുവന്ന് ഈ അയ്യമ്പുഴ പഞ്ചായത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ്. പാടത്ത് കൊണ്ടുവന്ന് ഒരു കമ്പനി കൊണ്ടുവന്ന് അവിടെ റൈസ് മില്ല് വെച്ചിരിക്കും. പാടത്താണ്, അല്ലാതെ മറ്റ് കരഭൂമിയിലല്ല. പാടത്ത് കൊണ്ടുവന്ന് റൈസ് മില്ല് വെച്ച് ആരാണ് അനുവാദം കൊടുത്തത്? അത് മാത്രമല്ല, ഈ പാടത്ത് റൈസ് മില്ല് വെച്ചയാള് ഈ ഒരു തോടിന്റെ മുകളിലാണ് അവന്റെ കെട്ടിടം നിൽക്കുന്നത്. അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല. ഇപ്പൊ ഇങ്ങനെ അനീതി നടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ. ഈ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാണ്, ഇങ്ങനെ അനീതി നടക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോ ഗവൺമെന്റ് ഈ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തോടുകൾ ഇല്ലാതാകും. ഈ തോടിൽ നിന്നുള്ള വെള്ളം ഒഴുകി മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തിൽ കൂടെ ചെന്ന് പെരിയാറിൽ ചേരുന്ന ഒരു തോടുകളാണ് ഇതെല്ലാം. അപ്പോ സ്വാഭാവികമായിട്ട് ഈ തോടുകൾ ഇല്ലാതാകുന്നതിലൂടെ പെരിയാറിലേക്കുള്ള അതിന്റെ ഒരു ശാഖ ഇല്ലാതാകുകയാണെന്ന് തന്നെ വേണം കരുതാൻ. മാത്രവുമല്ല, ഈ പദ്ധതിയുടെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തുള്ള പാടശേഖരങ്ങളൊക്കെ ഇല്ലാതാകും. അതൊക്കെ ഞങ്ങളുടെ സ്ഥലം, ഇപ്പൊ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ മറ്റ് ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു നദിയും ഉത്ഭവിക്കുന്നില്ല. അവിടെ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉള്ളതായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഈ പറഞ്ഞോണം എന്താ പറയുന്ന ഒരു കാട് പിടിച്ച് നടക്കുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ അവിടെ എന്തെങ്കിലും ജീവജാലങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ചിലപ്പോൾ ബാധിക്കും. അതൊരു പ്രശ്നമായിരിക്കും. പക്ഷെ ഞങ്ങൾ കാണുന്നത് അത്രയും എന്താ പറയുന്നത്, ഞങ്ങളുടെ ഒരു സുരക്ഷ ഞങ്ങൾ നോക്കുന്നുണ്ട്. അതായത് നിലവിൽ അത് എടുക്കാൻ നമുക്ക് സർക്കാരിന് തന്നെ സ്ഥലങ്ങൾ ഉള്ളപ്പോൾ എന്തിന് ഞങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കണമെന്നൊരു ആശങ്കയാണ് ശ്രീ ബിജോയും സമരസമിതിയും മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പഞ്ചായത്താണ് നീലീശ്വരം പഞ്ചായത്ത്. അവിടെ 800 ഏക്കർ തരിശുഭൂമി കിടക്കുന്നു. അവിടെ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ അവിടുത്തെ ഒരു മെമ്പർ ഒരു പോസ്റ്റ് ഇട്ടു. 800 ഏക്കർ ഭൂമി തരിച്ചായിട്ട് കിടക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റ് അവിടെ ചിന്തിച്ചുകൂടെ? ഈ ആളുകളെ ഒന്നും ഒഴിപ്പിക്കാതെ ഒരു കൃഷിയും നടക്കാത്ത ഭൂമി തൊട്ടടുത്ത വലിയൊരു ഗിഫ്റ്റ് സിറ്റി ഇവിടെ ഉണ്ടാക്കാനും പറ്റും. 300 ഏക്കർ കൂടുതൽ 800 ഏക്കർ എന്ന് പറയുമ്പോൾ ഡബിൾ ഇരട്ടി ഭൂമി അവിടെ കിടക്കുകയാണ്. ഇതിന് ഈ പറയുന്ന എയർപോർട്ടിൽ നിന്നുള്ള ആക്സസ് വളരെ ചെറുതാണ്. ഞങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ അടുത്താണ് ഈ പറയുന്ന പ്രദേശം. അങ്ങനെയാണെങ്കിൽ അത് ചിന്തിച്ചുകൂടെ? വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ് ശ്രീ ബിജോ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. ശ്രീ സിജോ പൈനാടത്ത്, അതായത് ഇങ്ങനൊരു പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുന്നു, സംസ്ഥാന സർക്കാർ എല്ലാവിധ പിന്തുണയും നൽകുന്നു. സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി എറണാകുളം ജില്ലാ കളക്ടർ നേതൃത്വത്തിൽ വളരെ ശക്തമായിട്ട് അതുമായിട്ടുള്ള മുമ്പോട്ട് അവർ പോകുന്നു. ഇനി ചോദ്യം ഇതാണ്, ഇനി ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ സംവിധാനങ്ങൾ പിറകോട്ട് പോകാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഈ ജനകീയ സമരങ്ങളിലേക്കൊക്കെ മുമ്പിൽ സർക്കാർ മുട്ടുമടക്കുമോ? അല്ലെങ്കിൽ ഇതിന് ഏതൊക്കെ സാധ്യതകളാണ് മുമ്പിലുള്ളത്? ഈ സമരസമിതിക്ക് ഇനി എന്തൊക്കെ വഴികളാണ് മുന്നിലുള്ളത്? ശ്രീ സിജോ, ഇതിന്റെ അകത്ത് നമുക്ക് സർക്കാർ തീർച്ചയായിട്ടും ഈ പദ്ധതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് തന്നെയാണ് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. ഒരാഴ്ച മുമ്പ് മന്ത്രി തോമസ് ഐസക് നിയമസഭ അവതരിപ്പിച്ച ബജറ്റിന്റെ അകത്തും ഗിഫ്റ്റ് സിറ്റിയെ കുറിച്ച് പരാമർശമുണ്ടായിരുന്നു. 20 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതും മന്ത്രി പറയുകയുണ്ടായി. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും ഒടുവിൽ ഡെപ്യൂട്ടി കളക്ടർ ഇതിന്റെ ലാൻഡ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട്, ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചുമതലപ്പെട്ട ഡെപ്യൂട്ടി കളക്ടർ സുരേഷ് കുമാറിനുമായിട്ട് സംസാരിക്കേണ്ട അവസരം ഉണ്ടായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒട്ടും വൈകാതെ തന്നെ സർക്കാരിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങും. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ ഭൂമി ഏറ്റെടുക്കലിന്റെ കാര്യങ്ങൾ ആരംഭിക്കും എന്ന് തന്നെ അദ്ദേഹം. ഒരു നിമിഷം, അങ്ങനെ ഒരു വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വിജ്ഞാപനം ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ മുമ്പിൽ മറ്റു മാർഗങ്ങളൊന്നും ഉണ്ടാകില്ല, അങ്ങനെയാണോ? തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാർഗങ്ങളില്ല എന്നല്ല. ജനങ്ങൾ തീർച്ചയായിട്ടും, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ജനങ്ങൾ ശക്തമായ പ്രതിരോധം തീർക്കും. ഇത് മുമ്പ് 2-3 വട്ടം സർക്കാർ ഉദ്യോഗസ്ഥർ, സ്പെഷ്യൽ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ, അതുപോലെ തന്നെ കിൻഫ്രയുടെ ഉദ്യോഗസ്ഥരൊക്കെ അയ്യമ്പുഴയിൽ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ പ്രാഥമിക നടപടികൾക്കും സർവേ കാര്യങ്ങൾക്കുമായിട്ടും എത്തിയപ്പോഴൊക്കെ ആ നാട്ടുകാർ ശക്തമായ പ്രതിരോധം തീർത്തു. അവരെ ഈ മധ്യപ്രദേശത്തേക്ക് പ്രവേശിപ്പിക്കാതെ തന്നെ അവർ ശക്തമായുള്ള സമരവുമായിട്ട് രംഗത്ത് വന്നു. അവർക്ക് മടങ്ങിപ്പോകേണ്ടി വന്നു. സ്വാഭാവികമായിട്ടും വരും ഘട്ടങ്ങളിലും ഇതേപോലെ ഇത്തരം സമരങ്ങൾ ആവർത്തിക്കും. അവിടെ ഇപ്പോഴും നിരവധി സമരപ്പന്തലുകൾ അയ്യമ്പുഴയുടെ പല ഭാഗങ്ങളിൽ കാണാം. അയ്യമ്പുഴയിൽ ചെന്ന് കണ്ടാൽ പല സ്ഥലങ്ങളിൽ സമരപ്പന്തലുകൾ കാണാം. ഏത് നിമിഷവും സംഘടിക്കാവുന്ന ഒരു ജനതയായിട്ട് അവർ മാറിക്കഴിഞ്ഞു. കാരണം തങ്ങളുടെ കിടപ്പാടത്തിന്റെ പ്രശ്നമാണ്, തങ്ങളുടെ കൃഷിഭൂമിയുടെ പ്രശ്നമാണ്, ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ തങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അതായത് വിജ്ഞാപനം ഇറങ്ങിക്കഴിഞ്ഞാൽ സർക്കാർ ഈ ഒരു പദ്ധതിയുമായിട്ടുള്ള സ്ഥലം ഏറ്റെടുപ്പിലേക്ക് പോകും. പിന്നെ കാലക്രമേണ
ഇതിന്റെ നിർമ്മാണത്തിലേക്കും അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇത് മുന്നോട്ട് പോവുക? അങ്ങനെയൊന്നും പോകുന്നില്ല. തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, ഈ ഭൂമി ഏറ്റെടുക്കലിന്റെ ചുമതല സംസ്ഥാന സർക്കാരിനാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രധാന ചുമതല ഭൂമി ഏറ്റെടുക്കലാണ്. ഈ ഭൂമി ഏറ്റെടുക്കൽ ഒരു ഘട്ടം മാത്രമാണ്. ഈ ഭൂമി ഏറ്റെടുക്കൽ കഴിഞ്ഞ് ഇതിന്റെ പാക്കേജുകളൊക്കെ പ്രഖ്യാപിക്കുകയും മതിയായ നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ ആയിരിക്കും സംസ്ഥാന സർക്കാരിനെ പറ്റി ചുമതല ഉണ്ടാവുക. തുടർന്ന് ഈ പദ്ധതി എങ്ങനെയാകണം, ഏത് തരത്തിലാവണം, എന്ത് വികസന പദ്ധതി ഇവിടെ വരണം, എത്തരത്തിൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചൊക്കെ കേന്ദ്ര സർക്കാർ തീരുമാനിക്കും. അത് ഇൻഡസ്ട്രിയൽ കോറിഡോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കുന്ന ഒരു തലം. എന്തായാലും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതില്ല. കാരണം ഇത് കൊച്ചിയിലെ മാത്രം അല്ലെങ്കിൽ അയ്യമ്പുഴയിലെ മാത്രം കാര്യമില്ല. ഇൻഡസ്ട്രിയൽ കോറിഡോർ ദേശീയ തലത്തിലുള്ള ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇത് സമാനമായി ഇതേ ഇൻഡസ്ട്രിയൽ കോറിഡോറുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഏക്കർ കണക്കിന് സ്ഥലം സർക്കാർ ഏറ്റെടുക്കുന്ന ഘട്ടത്തിലാണ്. ഇതിനേക്കാൾ അധികം ഭൂമി അവിടെ ഏറ്റെടുക്കുന്നുണ്ട്. അതിന്റെ പല കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവിടത്തെയും ഇപ്പോ പലരും പറഞ്ഞതനുസരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കും ഈ സമാനമായ അവ്യക്തത ഉണ്ടെന്നുള്ളതാണ്. എന്ത് പദ്ധതി അവിടെ വരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ അപ്പോൾ അവിടെയും ജനങ്ങൾക്ക് ആശങ്കകളുണ്ട്. സ്വാഭാവികമാണ്. പക്ഷെ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് സർക്കാർ ഒരു പക്ഷേ ഇതിന് കോടതിയുടെയും സർക്കാരിന്റെയും ഒക്കെ കരുത്തിൽ ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും ജനവീര്യം ശക്തമായിട്ട് പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ഏറ്റവും ഒടുവിൽ മറ്റ് വികസന പദ്ധതികളൊക്കെ വന്നതുപോലെ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന അവസ്ഥയിലേക്ക് മുന്നോട്ട് പോയാലും ഇതൊരു ഒരു അരാഷ്ട്രീയമായ അല്ലെങ്കിൽ ജനാധിപത്യപരമല്ലാത്ത ഒരു പ്രവണത ഇതിന്റെ അകത്ത് വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രാദേശിക തലം മുതൽ ജനപ്രതിനിധികളോട് ഈ പദ്ധതിയെ കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോഴും ആ സ്ഥലത്തെ പഞ്ചായത്ത് പ്രസിഡന്റോട് സംസാരിച്ചാൽ, ആ സ്ഥലത്തെ MLA മിസ്റ്റർ റോജി എം ജോണിനോട് സംസാരിച്ചാൽ, MP ശ്രീ ബെന്നി ബെഹനാനോട് സംസാരിച്ചാൽ ഈ പദ്ധതിയെ കുറിച്ച് എന്താണ് ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്നതിനപ്പുറത്തേക്ക് വിശാലമായിട്ടുള്ള ഒരു വിവരം നൽകാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് അവരുടെ കുറ്റമല്ല. അവരോട് പോലും ഇന്നേ വരെ സർക്കാർ ഉദ്യോഗസ്ഥർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആരും തന്നെയും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടില്ല. പലപ്പോഴും മിസ്റ്റർ റോജി MLA ഈ വിഷയവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് പലവട്ടം സർക്കാരിനോട് ഈ ജനങ്ങളുടെ ആശങ്കകളും ജനങ്ങളുടെ സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ചൂണ്ടിക്കാണിച്ച് രേഖാമൂലം എഴുതി കൊടുത്തിട്ടും ഒരു മറുപടി പോലും സർക്കാർ തന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ തരാതിരുന്ന സർക്കാരാണ് ഈ ഭൂമി ഏറ്റെടുക്കലുമായിട്ട് മുന്നോട്ട് പോവുക, ബജറ്റിൽ 20 കോടി വകയിരുത്തുക, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയമായിട്ടും അല്ലാതെയും ഒക്കെ നടപടികളുമായിട്ട് ബജറ്റിൽ 20 കോടി വകയിരുത്തുമ്പോൾ കേരളത്തിലെ ഭരണപക്ഷത്തിന് വ്യക്തമായ ധാരണ ഉണ്ടായിക്കൂടെ? അവര് ജനങ്ങളോട് സമ്മതിക്കാത്തതാകാനല്ലേ സാധ്യത, ശ്രീ സിജോ? തീർച്ചയായിട്ടും 20 കോടി എന്ന് പറയുന്നത് ഈ പദ്ധതിയെ പറ്റി വലിയ തുകയല്ലെങ്കിൽ പോലും ഈ സർക്കാരിന്റെ, നമുക്ക് മനസ്സിലാക്കണം, ഈ ബജറ്റ് ഒരു സർക്കാർ ഗവൺമെന്റ് തങ്ങളുടെ കാലാവധി പൂർത്തിയാക്കുന്നതിന് തൊട്ടു മുമ്പ് അവതരിപ്പിക്കപ്പെടുന്ന ഒരു ബജറ്റാണ്. ഈ സർക്കാരിന്റെ കിരീടങ്ങളിൽ പൊൻതൂവലായി ഒരു പദ്ധതി കൂടി എഴുതി ചേർക്കാൻ എന്ന നിലയിൽ മാത്രമാണ് തൽക്കാലം ഇതിനെ കണ്ടാൽ മതിയാകും. പക്ഷെ തുടർന്ന് വരുന്ന സർക്കാർ, ഇടത് സർക്കാർ ആകട്ടെ അല്ലെങ്കിൽ വലത് സർക്കാർ ആവട്ടെ, ഈ പദ്ധതിയുമായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശ്രീ ബിജോയ്, സർക്കാർ ഈ ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് എന്ന് തന്നെ ഏറെക്കുറെ വ്യക്തമാണ്. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, നിലവിൽ നിങ്ങളുടെ ആശങ്കകൾ ഏതൊക്കെ നിലയിൽ വരെ, ഏതൊക്കെ തലം വരെ നിങ്ങൾ അറിയിച്ചിട്ടുണ്ട്? ഇതിനോട് സർക്കാർ ഏതെങ്കിലും രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടോ? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആകെ ഉണ്ടായിരിക്കുന്നത് 2 ഗവൺമെന്റ് ഓർഡറുകൾ. ഈ രണ്ട് പേപ്പർ വെച്ചിട്ടാണ് ഇതുവരെ കളിച്ചിരിക്കുന്നത്. അതായത് നമ്മള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ DPR ചോദിച്ചുകൊണ്ട് പല സ്ഥലത്ത് അന്വേഷിച്ചു. DPR ഒന്നും റെഡി ആയിട്ടില്ല എന്നാണ് മറുപടി കിട്ടുന്നത്. ഇതുപോലെ തന്നെ എത്ര സ്ഥലങ്ങളിൽ ഞങ്ങൾ പഞ്ചായത്ത് മുതൽ ചീഫ് മിനിസ്റ്റർ, ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ കളക്ടർ, ഇങ്ങനെ എല്ലാ ലെവലുകളിലും ഞങ്ങൾ നിരവധിയായിട്ടുള്ള അപേക്ഷകൾ, പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിന് പോലും മറുപടി കിട്ടിയിട്ടില്ല. ആകെ കിട്ടുന്നത് എന്താണെന്നറിയോ? നമ്മള് ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു ഡോക്കറ്റ് നമ്പർ SMS ആയിട്ട് കിട്ടും. അത് മാത്രമാണ് നമുക്കൊരു മറുപടി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് കളക്ടറെ കാണാൻ ഒരു അവസരം കിട്ടിയത്. പല പ്രാവശ്യം ഫോൺ വിളിച്ചിട്ട് അനുവാദം കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അവിടെ സമരവുമായിട്ട് കളക്ടറേറ്റ് ധർണയായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ കയറാനായിട്ട് ഒരു അനുവാദം കിട്ടിയത്. അദ്ദേഹത്തോട് ഈ പദ്ധതിയെ കുറിച്ച് ഒരു വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോജക്റ്റ് അല്ല, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ ആധികാരികമായിട്ട് ഒന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഇത് പൊള്യൂട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോജക്റ്റ് ആണോ എന്ന് ചോദിച്ചു. പറഞ്ഞു നോൺ പൊള്യൂട്ടിംഗ് ആണ് എന്നാണ് ഞാൻ കേട്ടത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന് പോലും ഈ പദ്ധതിയെ കുറിച്ച് വ്യക്തതയില്ല. മന്ത്രി ജയരാജൻ
ആദ്യമായിട്ട് ഈ പദ്ധതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞത് ആലുവ മുനിസിപ്പാലിറ്റിയിലാണ് ഇത് വരുന്നതെന്ന് അതെ, പറഞ്ഞു. അത് കഴിഞ്ഞ് ആലുവ പദ്ധതി എന്നാണ് ആദ്യം ഇത് അറിയപ്പെട്ടത്. ആലുവയിൽ സിറ്റി എന്നാണ് ആദ്യം ഈ വാർത്ത വന്നത്. അതെ, ആദ്യം പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിലാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു ആലുവ താലൂക്കിലാണെന്ന് പറഞ്ഞു. ഇങ്ങനെ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ കുറെ അവ്യക്തതകളുണ്ട്. അത് ഒരു പക്ഷേ കാലം തെളിയിക്കുമായിരിക്കും. എന്തൊക്കെയായാലും പോലും ഗവൺമെന്റ് ഇങ്ങനെ പ്രഖ്യാപനങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ഈ വിഷയം കേരളത്തിലെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ നേരിട്ട് കേരളത്തിലെ വ്യവസായ മന്ത്രിയോ ഒക്കെ അറിയിക്കാൻ നിങ്ങൾ ശ്രമിച്ചോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചോ? ഞങ്ങൾക്ക് ഇതുവരെ ആ ലെവലിലോട്ട് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഞങ്ങൾ കൊടുത്ത ഒരു പരാതിക്ക് പോലും മറുപടി തന്നില്ല എന്നുള്ളത് ശരിക്കും ജനാധിപത്യത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ്. ഞങ്ങൾ കൊടുക്കുന്ന ഞങ്ങള് 279 കുടുംബങ്ങളാണ് ഇപ്പോൾ ആ പദ്ധതി പ്രദേശത്തുള്ളത്. 279 കുടുംബങ്ങളിലുള്ള അതിൽ 253 കുടുംബങ്ങൾ ഒപ്പിട്ട ഒരു പരാതിയാണ് ആദ്യം കൊടുത്തത്. അത് 253 ആയതിന്റെ കാരണം കുറച്ച് ഭാഗം കണ്ടെയ്ൻമെന്റ് സോൺ ആയിരുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ 279 കുടുംബങ്ങളും അതിനകത്ത് ഉണ്ടാകും. ഇതിനുശേഷം 853 പേര് ഒപ്പിട്ടത്. 853 പേര് എന്ന് പറഞ്ഞാൽ അവിടെ അധിവസിക്കുന്ന ആ പദ്ധതി പ്രദേശത്തുള്ള ആൾക്കാർ എഴുതി ഒപ്പിട്ട മറ്റൊരു നിവേദനം പരാതിയായിട്ട് അവിടെ കൊടുത്തു. ഇതിന് മറുപടിയില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ജനപ്രതിനിധികൾക്ക് അറിയില്ല, നമ്മൾ കൊടുക്കുന്ന പരാതികൾക്ക് ഉത്തരവില്ല, നമ്മൾ കൊടുക്കുന്ന വിവരാവകാശത്തിന് ഉത്തരവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏകാധിപത്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ജനാധിപത്യമാണെന്നൊക്കെ പേരിന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റ് പറയുന്ന ഒരു ഓഫറിലും ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഈ ഓഫർ നിലയിലുള്ള സംസാരങ്ങളൊന്നും ആയിട്ടുമില്ല അല്ലെ? ഇല്ല ഇല്ല ഇല്ല. നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ആകെ ഉള്ളത് 2 പേപ്പറാണ്. 2 പേപ്പർ വെച്ചിട്ടാണ് ഞങ്ങളുടെ സ്ഥലത്തിനും ഞങ്ങളുടെ ജീവിതത്തിനും അവർ വില പറയുന്നത്. ഇതിനു ശേഷം അവിടെ ഭൂമാഫിയയുടെയൊക്കെ ഒരു ഇൻവോൾവ്മെന്റിനെ കുറിച്ച് വായിച്ചു കേട്ടു. അതായത് 6 മാസം മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സ്ഥലം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ കുറെ അധികം ആളുകൾ എത്തി എന്നൊക്കെ പറയുന്നു. അത് വാസ്തവമാണോ? അക്വിസിഷൻ ഓർഡർ വരുന്നത്, ഈ ഭൂമി ഏറ്റെടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ആദ്യം ഓർഡർ വരുന്നത് സെപ്റ്റംബർ 3-നാണ്. മാർച്ച് മാസത്തിൽ തന്നെ ഞങ്ങളുടെ നാട്ടില് ഈ ബ്രോക്കർമാർ വന്നിറങ്ങിയിട്ട് ഇവിടെ സർക്കാർ ഭൂമി ഏറ്റെടുക്കാൻ പോവുകയാണ്, നിങ്ങൾ ഈ സ്ഥലം കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ബ്രോക്കർമാർ വീടുകളൊക്കെ കയറി ഇറങ്ങി. അപ്പൊ ഞങ്ങൾക്ക് ആശങ്കയുണ്ടായി. അപ്പോഴും പദ്ധതിയെ കുറിച്ച് ഒരു വ്യക്തതയില്ല. ഞങ്ങൾ MLA ഒക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ MLA പറയും ഇങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, അങ്ങനെ എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് അറിയാൻ പാടില്ല. നേരത്തെ ഈ പദ്ധതി പ്രദേശത്തിന് കുറച്ച് അങ്ങോട്ട് മാറി NIDയുടെ സ്ഥലമെടുപ്പ് എന്ന് പറഞ്ഞു വന്നിരുന്നു. പക്ഷെ അത് വല്ലതും ആണോ എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചു. അതല്ലാതെ ആർക്കും അറിയില്ല. അപ്പൊ നേരത്തെ കുറെ ബ്രോക്കർമാർ അവിടെ വന്നിറങ്ങി. അത് മാത്രവുമല്ല, ഇപ്പൊ മെട്രോയിലെ ഒരു കോൺട്രാക്ടർ ഈ പദ്ധതി പ്രദേശത്ത് കുറച്ച് ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം അവിടെ വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത്. അദ്ദേഹം മാർച്ച് മാസത്തിലെ വാങ്ങി, പദ്ധതി പ്രഖ്യാപിക്കും സെപ്റ്റംബറിൽ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ കളികളുണ്ടല്ലോ, അതിനും തന്നെ വ്യക്തമാണല്ലോ. ഈ മെട്രോയുടെ MD ആണ് ഇതിന്റെ ഇൻചാർജ്. അദ്ദേഹത്തിന്റെ അവിടെയുള്ള ഒരു കോൺട്രാക്ടർ ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങി എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ അവർക്ക് വിജയിച്ചില്ല. അതാണ് അവിടെ സംഭവിച്ചത്. അവര് ഏക്കർ കണക്കിന് ഭൂമി അവിടെ ഇതുപോലെ വാങ്ങിച്ചെടുക്കാൻ പറ്റുമെന്നാണ് അവർ വിചാരിച്ചത്. അത് നടന്നില്ല. കാരണം അവിടുത്തെ ആളുകൾ ഭൂമി കൊടുക്കാൻ തയ്യാറായില്ല. 6 മാസം മുമ്പേ നിങ്ങൾ അത് ആ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊടുക്കാൻ സജ്ജമായില്ല അല്ലെ? അങ്ങനെയാണോ? അതെ 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 അതെ. അവിടെ സ്ഥലം വിട്ടുകൊടുക്കാൻ ആളുകൾ തയ്യാറല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇഷ്ടംപോലെ ഏക്കർ കണക്കിന് സ്ഥലം അവിടെ നിന്ന് ഇപ്പൊ പോയി, പദ്ധതി അവിടെ വന്നു പോയേനെ. പക്ഷെ അവിടുത്തെ ആളുകൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ബ്രോക്കർമാർ വന്ന് വലിയ മോഹന വാഗ്ദാനങ്ങളാണ് നൽകിയത്. അവിടെ 30,000 രൂപ വിലയുള്ള ഭൂമിക്ക് അവർ പറഞ്ഞു 1.5 ലക്ഷം രൂപ തരാം എന്നാ പറഞ്ഞു. 1.5 ലക്ഷത്തിന് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ 2 ലക്ഷം തരാമെന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങൾ കൊടുക്കുന്നില്ല എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞത്. തീർച്ചയായും വലിയ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് ആ ജനങ്ങൾ ഈ ഒരു പോരാട്ടത്തിൽ മുമ്പിൽ നിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏറ്റവും ഒടുവിൽ ശ്രീ സിജോ, ഇവർക്ക് മുമ്പിൽ ഈ ജനങ്ങളുടെ മുമ്പിൽ ഇവർക്ക് എന്തൊക്കെ വഴികളാണ് ഇവരുടെ മുമ്പിലുള്ളത്? നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ അധികാരം ജനങ്ങൾക്ക് എന്നുള്ളതാണ് നമ്മുടെ ഗ്രാമസ്വരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അത്തരമൊരു ആ ജനാധിപത്യത്തിന്റെ വലിയൊരു ആഘോഷം കഴിഞ്ഞ ഒരു സമയം കൂടിയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. പുതിയ ത്രിതല പഞ്ചായത്തുകളിൽ പുതിയ ഭരണ സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിന് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒരുപക്ഷെ കേവലം ഒരു ഗ്രാമപഞ്ചായത്തിന് എന്ത് ചെയ്യാനാകും ഈ വൻ വികസന പദ്ധതിയുടെ കാര്യത്തിൽ എന്ന് ചോദിക്കുന്ന ജനപ്രതിനിധി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. പക്ഷെ എങ്കിൽ പോലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഇത്തരം ആശങ്കകൾ മാസങ്ങളായിട്ട് അയ്യമ്പുഴ ഉരുണ്ടുകൂടിയിട്ടും ഈ പദ്ധതി പ്രദേശം ഉൾപ്പെടുന്ന 3 വാർഡുകളിലെ ഗ്രാമസഭ വിളിച്ചു ചേർക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഗൗരവമായ ഒരു വിഷയമാണ്. അപ്പൊ ഗ്രാമസഭകൾ അടിയന്തരമായിട്ട് വിളിച്ചു ചേർക്കുകയും ഈ പദ്ധതി പ്രദേശം ഉൾപ്പെടുന്ന ഇപ്പോൾ സർക്കാർ കണ്ടെത്തിയിരിക്കുന്ന പ്രദേശത്തെ പദ്ധതി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന 3 വാർഡുകളിലെയും ഗ്രാമസഭകൾ അടിയന്തരമായി വിളിച്ചു കൂട്ടുകയും പഞ്ചായത്ത് പ്രമേയം പാസാക്കുകയും തുടർന്നുള്ള മേൽഘടകങ്ങളിലെ സർക്കാർ സംവിധാനങ്ങളിലേക്ക് പഞ്ചായത്തിന്റെ നിലപാട് ഇതിന് അനുകൂലമോ പ്രതികൂലമോ ആയിട്ടുള്ള കൃത്യമായ നിലപാട്, വ്യക്തതയുള്ള നിലപാട്. ഇപ്പോ പദ്ധതിയെക്കുറിച്ച് സർക്കാരിന് വ്യക്തതയില്ലെങ്കിലും പദ്ധതിയുടെ ഇതുവരെയുള്ള കാര്യത്തെക്കുറിച്ച് ജനങ്ങളുടെ വികാരത്തിന്റെ കാര്യത്തിൽ ജനങ്ങൾക്ക് വ്യക്തതയുണ്ട്. ഈ വ്യക്തത പഞ്ചായത്ത് ഔദ്യോഗികമായിട്ട് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും ജില്ലാ ഭരണകൂടത്തെയും അറിയിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം. അപ്പൊ അടിയന്തരമായിട്ട് ഗ്രാമസഭ വിളിച്ചു കൂട്ടണം. പ്രത്യേകമായി ഈ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രം അത് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും ഈ വിഷയത്തിൽ ഗ്രാമസഭ വിളിച്ചുകൂട്ടി പ്രമേയം പാസ്സാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, അടിയന്തരമായിട്ട് ജനപ്രതിനിധികളെ ഈ വിഷയത്തിൽ സർക്കാർ വിശദീകരണം നൽകി ജനപ്രതിനിധികളെ വിഷയം കൺവിൻസ് ചെയ്യിക്കണം. എന്താണ് ഈ പദ്ധതി എന്നുള്ളതിനെ കുറിച്ച് ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പൊ എന്റെ നാട്ടിൽ ഒരു സർക്കാർ പദ്ധതി വരുമ്പോൾ ഒരു സംശയം വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത് പഞ്ചായത്ത് മെമ്പറോടാണ്, പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ്, MLA യോടാണ്, MP യോടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ചോദ്യങ്ങൾ നേരിടാൻ അവർക്ക് സാധിക്കണം, അവർക്ക് ഉത്തരം പറയാനുണ്ടാവണം. ഉത്തരം പറയാനുണ്ടാവണമെങ്കിൽ അവരോട് സർക്കാർ വിശദീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടും തങ്ങൾക്ക് ഉത്തരമില്ല എന്ന് MLA പോലും പറയുമ്പോൾ എന്തിനാണ് ഈ സർക്കാരിന്റെ ഈ ഒളിച്ചുകളി, എന്തിനാണ് ഈ മറച്ചുവെക്കൽ, എന്തിനാണ് ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള വികസന പദ്ധതിയുടെ കാര്യത്തിൽ രാജ്യത്തെ ജനങ്ങൾ അറിയേണ്ടതില്ലാത്ത കാര്യങ്ങൾ എന്താണ് സർക്കാരിന് പറയാനുള്ളത്? അപ്പോൾ ഈ അവ്യക്തത മാറ്റാനുള്ള പ്രാഥമികമായ ഉത്തരവാദിത്തം സർക്കാർ തന്നെയാണ്. ഞാൻ അയ്യമ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരു വികസന വിരുദ്ധരാണ് അയ്യമ്പുഴക്കാർ എന്ന കറുത്ത പാട് ഏറ്റുവാങ്ങാൻ തയ്യാറുള്ളവരല്ല അയ്യമ്പുഴക്കാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഒരിക്കലും അവർ പദ്ധതിക്കെതിരല്ല, ഒരു വികസന പദ്ധതിക്കെതിരല്ല. പക്ഷെ തങ്ങളുടെ കിടപ്പാടവും കൃഷിഭൂമിയും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു വികസനത്തെ അവർ പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പ്രതിരോധം തുടരട്ടെ, ആ പ്രതിരോധം തുടരുക തന്നെ വേണം. കൃഷിഭൂമിയും കിടപ്പാടവും ഒക്കെ ഒരു സുപ്രഭാതം കൊണ്ടുണ്ടായതല്ല, വർഷങ്ങളുടെ, പതിറ്റാണ്ടുകളുടെ, തലമുറകളുടെ അധ്വാനം കൊണ്ട് അവർ ക്രമപ്പെടുത്തിയതാണ്. ആ രൂപപ്പെടുത്തിയ ആ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ ഫലത്തിന് അവകാശികൾ അവർ മാത്രമാണ്. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വരുന്ന വൻകിടക്കാർ, കോർപ്പറേറ്റുകൾ, അത് സർക്കാരാവട്ടെ, അവർ കൈയിട്ട് വാരാൻ അനുവദിക്കരുത്. ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകണം. അതിനോടൊപ്പം വികസനം വരിക കൂടി ചെയ്യണം. ആ ജനങ്ങളെ ബാധിക്കാത്ത, ജനവാസ മേഖലകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള, പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കാത്ത തരത്തിൽ വികസന പദ്ധതികൾ നടപ്പാകണം. അത് അയ്യമ്പുഴയിലാണെങ്കിൽ അയ്യമ്പുഴയിൽ തന്നെയും, അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലാവട്ടെ, എവിടെയും വികസനം സാധ്യമാകണം, തൊഴിലവസരങ്ങൾ ഉണ്ടാകണം, രാജ്യം വളരണം, ഗിഫ്റ്റ് സിറ്റികൾ വരണം, നോളജ് സിറ്റികൾ വരണം, സ്മാർട്ട് സിറ്റികൾ വരണം, രാജ്യം വളരണം. പക്ഷെ അടിസ്ഥാന ജനവിഭാഗത്തിന്റെ വികാരങ്ങൾ, വിചാരങ്ങൾ, അവകാശങ്ങൾ, അവരുടെ ജീവിതം എല്ലാം മറന്നു ഓർത്തുകൊണ്ടുള്ള ഒരു വികസനമാണ് വേണമെന്നാണ് ശ്രീ സിജോ പെനാടത്ത് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ശ്രീ ബിജോയ് ചെറിയാൻ, ഏറ്റവും അവസാനം ഏതൊക്കെ രീതിയിൽ നിങ്ങളുടെ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ വിചാരിക്കുന്നത്? സർക്കാരിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താം, പക്ഷെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടത് ഞങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങളെ ഉദ്ദേശിക്കുന്നത് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാപ്പിങ്ങിനോ ഒരു അടയാളപ്പെടുത്തലിനോ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ അത് അനുവദിക്കില്ല. കാരണം ഞങ്ങൾ ജനിച്ച മണ്ണ്, ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന മണ്ണ്, അത് ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. അതിനിപ്പോ എനിക്ക് ഏത് രീതിയിൽ അതിനോട് പ്രതികരിക്കും എന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. തികച്ചും ജനാധിപത്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും അവിടെ നടക്കുക. ഞങ്ങള് ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല, ഇനി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഞങ്ങളെ തൊട്ട് കളിച്ചാൽ അതില് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളതാണ് ഗവൺമെന്റിനോട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും. ഡൽഹിയിൽ ഒരു വലിയ കർഷക സമരം നടക്കുന്നുണ്ട്. 2 മാസക്കാലമായി 10,000-കണക്കിന് ജനങ്ങൾ വന്നുപോയ കർഷക സമരം. അവിടേക്ക് വളരെ ആകാംക്ഷയോടെ ആ കർഷകർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു സമൂഹമാണ് ഭാരതത്തിലുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിലുള്ളത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ അയ്യമ്പുഴ എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ ധാരാളം കുടുംബങ്ങൾ, ധാരാളം കർഷക കുടുംബങ്ങൾ ഒരു പദ്ധതി അവർക്ക് മുമ്പിൽ ഒരു വാളായി ഓങ്ങി നിൽക്കുമ്പോൾ, അതിൽ അവർ ആശങ്കപ്പെടുമ്പോൾ, അതിൽ അവർ ഭയപ്പെടുമ്പോൾ, അവർക്കൊപ്പം നിൽക്കാനുള്ള ബാധ്യത കേരളത്തിലെ സമൂഹത്തിന് ഉണ്ട് എന്ന് ഷെക്കൈന ബിഗ് ഡിബേറ്റ് ഓർമ്മിപ്പിക്കുന്നു. വികസനത്തിന് എതിരാകണ്ട, പക്ഷേ സാധാരണക്കാരന്റെ ജീവിതം ഇല്ലാണ്ടാക്കിയുള്ള വികസനത്തിന് എതിരെയുള്ള ശബ്ദമാണ്
അയ്യമ്പുഴയിൽ മുഴങ്ങിക്കേൾക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ശബ്ദം വരും ദിവസങ്ങളിൽ കൂടുതൽ ഉച്ചത്തിലായിരിക്കും എന്നതും വ്യക്തമാണ്. ഈ ചർച്ചയിൽ ഏറെ സജീവമായി പങ്കെടുത്ത ശ്രീ ബിജോയ് ചെറിയാനും ശ്രീ സിജോ പൈനാടത്തിനും നന്ദി.